السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അൽഹംദുലില്ലാ, നമ്മൾ കഴിഞ്ഞ ദിവസം 279 ആയത്ത് 279 വരെയാണ് കവർ ചെയ്തത്. ഇന്ന് 280, 81 ഇൻഷാ അല്ലാഹ്. നമ്മൾ കഴിഞ്ഞ ദിവസം റിഫ്ലക്ഷനിലും അല്ലെ ഈവൻ കഴിഞ്ഞ ക്ലാസ്സിലും ക്രെഡിറ്റ് കാർഡിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഹദീസ് ഒന്ന് ഷെയർ ചെയ്യാം, എന്നിട്ട് തുടങ്ങാം ഇന്നത്തെ ക്ലാസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ട് സുനൻ അബൂ ദാവൂദിലോ എന്ന സുയൂത്തി സഹിയാക്കിയ ഒരു ഹദീസിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവചനം പറയുന്നുണ്ട്. ഖാല ലയതിയന്ന അലന്നാസി സമാനുൻ ലാ യബ്ഖി അഹദുൻ ഇല്ലാ അക്കല റിബ ഫഇൻ ലം യഅകുൽഹു അസ്വാബഹു മിൻ ബുഖാരി. അല്ലേ? അതായത് ഒരു കാലം വരും, അപ്പോൾ ഒരാളും റിബായുടെ, അതായത് പലിശ തിന്നുന്നതിൽ നിന്ന് ഒഴിവാവൂല. ഇനി അഥവാ അവൻ അത് പലിശ തിന്നുന്നില്ല എന്നുണ്ടെങ്കിലും അസ്വാബഹു മിൻ ബുഖാരി, അതിന്റെ പൊടിയെങ്കിലും അവന്റെ മേല് ബാധിച്ചിട്ടുണ്ടാവും. അതുപോലെ ഒരു അവസ്ഥ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഏകദേശം ഈ ഒരു നമ്മളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം ക്രെഡിറ്റ് കാർഡിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതിന്റെ ഒരു എഗ്രിമെന്റിനകത്ത് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്തോളാം, അതായത് ഡിലേ ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് പേ ചെയ്തോളാം എന്ന് നമ്മൾ സൈൻ ചെയ്യുന്ന ഒരു സംഭവം. അത് വെച്ചിട്ടാണ് അത് ക്രെഡിറ്റ് കാർഡിനെ നമ്മൾ ഹറാമാക്കിയിട്ടുള്ള ഫത്വകൾ വന്നിട്ടുള്ളത്, അല്ലെ? ശരിക്കും ഈ ഒരു ക്ലോസ് സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മുസ്ലിം ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതുപോലെ സൈൻ ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ ഡിസ്കഷൻസിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്, ഇലക്ട്രിസിറ്റി ബില്ലിൽ, നമ്മുടെ ഇന്റർനെറ്റ് ബില്ലിൽ, മൊബൈൽ ബില്ലിൽ, റെന്റൽ എഗ്രിമെന്റിൽ, ഗ്യാസിന്റെ ബില്ല്, ഈവൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന പല പല ആപ്പുകളിലും, അതായത് മാസം മാസം പേയ്മെന്റ് പോണ പല കാര്യങ്ങളിലും നമുക്ക് തന്നെ അറിയില്ല ഏതൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലാണ് നമ്മൾ സൈൻ ചെയ്തതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളതെന്നല്ലേ. സുബ്ഹാനല്ലാഹ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സൈൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളെ കുറിച്ചും അറിവുകൾ വരുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ സംശയമെങ്കിലും പലിശയുമായിട്ട് ബന്ധപ്പെട്ട്, പലിശ കൊടുക്കലോ വാങ്ങലോ സാക്ഷ്യം വഹിക്കലോ അതിനെ സൈൻ ചെയ്യലോ സപ്പോർട്ട് ചെയ്യലോ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ബന്ധപ്പെടുന്നതുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് നാളത്തേക്ക് വെക്കാതെ, അല്ലെ? കാരണം നമ്മൾ ഇന്നലെ ആ ഒരു താക്കീതാ കണ്ടത്. ഇപ്പം ഈ നിമിഷം അതിൽ നിന്ന് സംശയമാണെങ്കിലും നമുക്ക് പറ്റുമെങ്കിൽ നല്ല നിർബന്ധമായിട്ടും മാറി നിൽക്കുക തന്നെ ചെയ്യുക. അത് പിന്നത്തേക്ക് വെക്കാതെ. കാരണം പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് മറന്നുപോകും, നമ്മൾ ചെയ്യാറില്ല, അല്ലെ? അപ്പൊ അത് റോങ് ആണ്, ഹറാമാണെന്ന് മനസ്സിലായ ആ നിമിഷം തന്നെ മാറി നിൽക്കുക. ഇല്ലെങ്കിൽ അതിൽ നിന്ന് വേറൊന്നിലേക്ക് കയറി ഇത് നമ്മൾ ലൈറ്റാക്കി എടുക്കുന്നതോറും നമ്മൾ പോലും അറിയാതെ കാരണം അതുമായിട്ട് ബന്ധപ്പെട്ടതുപോലും ആയിക്കൊള്ളണമെന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു കൽപ്പന നമ്മൾ അനുസരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അനുസരിക്കുന്നതിന് ലൈറ്റാക്കി എടുത്തു കഴിയുമ്പോൾ അള്ളാഹ് തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു കളയും. അങ്ങനെ നമ്മൾ ഒന്നിൽ നിന്ന് വേറൊരു തിന്മയിലേക്ക് അകപ്പെട്ട്, അതും പലതും നമുക്ക് ചിന്തിച്ച് നമ്മൾ ആഗ്രഹിച്ച കാര്യം പോലും ആവില്ല, അറിയാതെ നമ്മൾ അതിനകത്ത് ചെന്ന് പെട്ടിട്ട് ഫൈനലി നമുക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കുടുക്കായിട്ട് മാറും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയുമ്പോൾ അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ മാത്രം, അതായത് വേറെ ഒരു രക്ഷയില്ലാത്ത കേസിൽ മാത്രം, അതിപ്പം ഈ പറഞ്ഞ ബില്ലുകളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പലതും നമുക്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ. അപ്പൊ അതിന്റെ എഗ്രിമെന്റ്സ് ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കൊക്കെ വീട്ടിൽ അങ്ങനെ ഒരു ചേഞ്ച് വരുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും കൂടെ വിശകലനമൊക്കെ ചെയ്യാനും, പിന്നെ നാച്ചുറലി നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും ഇന്ന് തന്നെ ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാന്ന് അറിയാത്ത കാര്യങ്ങളായിരിക്കും പലതും, അല്ലെ? അതുകൊണ്ട് തന്നെ എല്ലാവരും ആത്മാർത്ഥമായ ദുആകളിൽ ഉൾപ്പെടുത്തുക. ഒരുപാട് ഒരു പൊടി പോലും നമ്മളൊന്നും ജീവിതത്തിൽ വരല്ലേ റബ്ബേ. ഇനി അഥവാ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തിരിച്ചറിവ് തരണേ റബ്ബേ. തിരിച്ചറിവ് തന്നു കഴിഞ്ഞാലും എങ്ങനെ അതിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ള ആ ഒരു വഴി, ആ ഒരു ഹിദായത്ത് നീ കാണിച്ചു തരണേ റബ്ബേ. അതിന്റെ കറക്റ്റ് സമയത്ത് കറക്റ്റ് രീതിയിൽ അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള എളുപ്പം നീ തരണേ റബ്ബേ. കാരണം പലതും എളുപ്പമല്ല.
അല്ലെ? പക്ഷെ റബ്ബ് എളുപ്പം തന്നു കഴിഞ്ഞാൽ എല്ലാം എളുപ്പമാണ്. അപ്പം ഈ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ആദ്യം 280 ആയത്തിന്റെ റെസിറ്റേഷൻ ഒന്ന് കേൾക്കാം ഇൻഷാ അള്ളാ. അപ്പം 280 ആയത്ത് പറയുന്നത്, വല്ല ഞെരുക്കക്കാരനും ഉണ്ടായെങ്കിൽ ഒരു സൗകര്യം ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കലാണ് വേണ്ടത്. നിങ്ങൾ ധർമ്മമാക്കി വിട്ടുകൊടുക്കലാവട്ടെ നിങ്ങൾക്ക് ഉത്തമവുമാകുന്നു, നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ. വാക്കർത്ഥം നോക്കാം. വ ഇൻ കാന ഉണ്ടായെങ്കിൽ, ദു ഉസ്രത്തിൻ വല്ല ഞെരുക്കക്കാരനും, ഐൻ സീൻ റ, ഫനദിറത്തുൻ എന്നാൽ നോക്കൽ കാത്തിരിക്കൽ, നൂൻ ദോദ് റ, ഇല മൈസറ ഒരു സൗകര്യം സാധ്യത എളുപ്പം, ഓക്കെ, വരെ ഒരു സൗകര്യം വരെ, യാസീൻ റ. വ അൻ തസദ്ദഖു നിങ്ങൾ ധർമ്മമാക്കൽ വിട്ടുകൊടുക്കൽ, ഖൈറുൻ ലക്കും നിങ്ങൾക്ക് ഉത്തമമാകുന്നു, ഇൻ കുന്തും നിങ്ങൾ ആകുന്നുവെങ്കിൽ, തഅലമൂൻ നിങ്ങൾ അറിയും. തഫ്സീറിലേക്ക് പോവാം. വ ഇൻ കാന ദു ഉസ്രത്തിൻ ആരെങ്കിലും ഒരാള് പ്രയാസത്തിലാണെങ്കിൽ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അപ്പം ഇവിടെ ഖാന എന്ന് പറയുന്ന അവൻ എന്നുള്ള അർത്ഥം വരുന്ന ഖാന അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണ്? നമ്മളിൽ നിന്ന് ഏതെങ്കിലും ഒരാളിൽ നിന്ന് കടം വാങ്ങിയിട്ടുള്ള ആള്. ഇവിടെ നമ്മൾ പലിശയുടെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ പലിശ സംബന്ധമായിട്ട് നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു അല്ലെ? അപ്പൊ തന്നെ ആ ഒരു സംഭവം പലിശയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ മുതല് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു വകുപ്പുണ്ട് അല്ലെ? ഇനി അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ട് പൈസ, ഓക്കെ, ആ കൊടുത്ത ആൾക്ക്, അതായത് നമ്മളിൽ നിന്ന് കടം വാങ്ങിയ ആൾക്ക് ഒരു പ്രയാസം ഉണ്ടാവുകയെന്ന് വെച്ചോ, ഓക്കെ, നമ്മൾ പൈസ കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു തരേണ്ട ആൾക്ക് ഒരു പ്രയാസത്തിലാണ് അയാൾ. ദു ഉസ്രത്തിൻ, ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഓണർ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ഇപ്പം ഉസ്ര എന്ന് പറയുന്ന സംഭവത്തിന്റെ ആള്, ഓക്കെ. ഉസ്ര എന്താണ്? ഐൻ സീൻ റ. ഉസ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഫിക്കൽട്ടി, പ്രയാസം, ഹാർഡ്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളോട് കടം വാങ്ങിയ ആള്, നിങ്ങൾ ലോൺ കൊടുത്ത ആള്, അയാൾ എന്തെങ്കിലും പ്രയാസത്തിലാണെങ്കിൽ, ആ പ്രയാസം കാരണം അയാൾക്ക് നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് പൈസ തിരിച്ചു തരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ചിലപ്പോൾ നമ്മളെ കോൺട്രാക്ട് ഇങ്ങനെയായിരിക്കും, ഒരു 10,000 രൂപ ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഇത് ഈ കൊല്ലത്തിന്റെ അവസാനം ഇന്ന ഡേറ്റിൽ നിങ്ങൾ എനിക്ക് തിരിച്ചു തരുന്നു, ഓക്കെ, സൈൻ ചെയ്ത് കോൺട്രാക്ട് ഒക്കെ ആക്കി എല്ലാം ഒഫീഷ്യലാക്കി. പക്ഷെ കൊല്ലത്തിന്റെ അവസാനം ആ ഡേറ്റ് എത്തിയപ്പം അയാൾ വന്ന് പറയാണ്, സോറി എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതുപോലെ പൈസ ഉണ്ടാക്കാൻ സ്വരൂപിക്കാൻ പറ്റിയില്ല, അപ്പൊ എനിക്കിപ്പോ തരാൻ പറ്റൂല എന്ന് പറയാന്ന് വെച്ചോ. അപ്പം പൈസ കൊടുത്ത ആള് എന്താണ് ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു കേസിൽ എന്താ ചെയ്യാ അല്ലെ? ഇൻട്രസ്റ്റ് കൂട്ടും, അങ്ങനെയല്ലേ നടക്കുന്നത്? പ്രത്യേകിച്ച് ലോണുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ അടവ് തെറ്റിക്കഴിഞ്ഞാൽ അവിടെ ഇൻട്രസ്റ്റ് കൂട്ടും, പൈസ വീണ്ടും വീണ്ടും അമൗണ്ട് വീണ്ടും വീണ്ടും കൂടും അല്ലെ? സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ഫൈൻ ആക്കും, ഒരു 50 അല്ലെങ്കിൽ ഇപ്പം 10,000 രൂപയാണെങ്കിൽ ഒരു 500 രൂപ ഫൈൻ, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കൂട്ടുകയാണ്, ഒരു 1000 രൂപ ഫൈൻ അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ അതൊക്കെയും ആ കൊടുത്ത പൈസന്റെ മേലെ വരുന്ന പൈസയാണ്, അതുകൊണ്ടൊക്കെ അതൊക്കെയും എന്താണ്? റിബ ആണ് അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വ ഇൻ കാന ദു ഉസ്രത്തിൻ ഒരാള് പ്രയാസത്തിലാണെങ്കിൽ, അയാൾ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫനദിറത്തുൻ ഇലാ മൈസറ. നദിറ, നൂൻ ദോ റോ, നദുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, കാണാന്നാണ്. നദിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളവ് കൊടുക്കുക, റെസ്പൈറ്റ്, അവധി കൊടുക്കുക, ഓക്കെ, ഒരാൾക്ക് കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു അവസരം കൊടുക്കുന്നതിനാണ് നദിറ എന്ന് പറയുന്നത്. അപ്പോൾ നദിറത്തുൻ ഇലാ മൈസറ, അപ്പൊ ഒന്ന് ഡിലേ ചെയ്യാം, ഓക്കെ, അയാൾക്കൊരു മൈസറ ഉണ്ടാവുന്നത് വരെ. മൈസറ എന്താണ്? ഈ എളുപ്പത്തിന്റെ സമയം, ടൈം ഓഫ് ഈസ് അല്ലെ? യുസ്ർ നമുക്കറിയാം എളുപ്പമാണ്, മൈസറ നമുക്കറിയാം മീം സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകൾ, മസ്ജിദ് എന്നൊക്കെ പറയുന്നത് പോലെ, മഗ്രിബ് എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്ന സമയം അല്ലെങ്കിൽ സ്ഥലമാണ്. അപ്പൊ മൈസറ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിന്റെ സമയം. യാസീൻ റ, യുസ്ര എന്ന് പറഞ്ഞാൽ എളുപ്പം, ഓക്കെ. അപ്പം അയാൾ ഉസ്രയിലായിരുന്നു, പ്രയാസത്തിലായിരുന്നു, അതുകൊണ്ട് അയാൾക്ക് യുസ്ർ വരെ സമയം കൊടുക്കുക. അപ്പം നമ്മൾക്ക് ആ സമയം, അതായത് അയാൾ പൈസ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് അയാളുടെ യുസ്ർ വരെ നിങ്ങൾ സമയം കൊടുക്കുക. അയാൾക്ക് ഫൈൻ ഇടല്ലേ, അയാൾക്ക് ടാക്സ് എക്സ്ട്രാ പൈസ നിങ്ങൾ ആക്കല്ലേ, അയാൾക്ക് കുറച്ചും കൂടെ സമയം കൊടുക്കും. അള്ളാഹു പറയാണ്, വ അൻ തസദ്ദഖു
ഇനി നിങ്ങൾ അത് ചാരിറ്റി ആയിട്ട് സദക്കയായിട്ട് കൊടുക്കുകയാണെങ്കിൽ തസദ്ദഖു സദക്കയിൽ നിന്നാണ്. അതായത് നിങ്ങൾ ആ പൈസ മൊത്തത്തിൽ, നിങ്ങൾ ആ കൊടുത്ത ലോൺ, ആ കടം മൊത്തത്തിൽ നിങ്ങൾ പുറത്തു കൊടുക്കുകയാണ്. കുഴപ്പമില്ല, നീ അതെനിക്ക് തരണ്ട, നീ ആ 10,000 അവിടെ വെച്ചോ, അത് പ്രശ്നമില്ല എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹു പറയാണ് ഖൈറുൻ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ആർക്കാ ബെസ്റ്റ്? കടം വാങ്ങിയ ആൾക്കാണോ? അല്ല, കൊടുത്ത ആൾക്ക്. ഓക്കെ, അതെങ്ങനെയാ ബെസ്റ്റ് ആവുന്നത്? അത് ഒരുപാട് പ്രതിഫലത്തിനുള്ള ഒരു കാരണമാണ് അല്ലെ. അൻ തസദ്ദഖു ഖൈറുൻ ലക്കും, അത് അങ്ങനെ നീ കൊടുക്കുകയാണെങ്കിൽ അത് എന്താണ്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. ഇൻ കുന്തും തഅലമൂൻ, നീ അത് അറിഞ്ഞിരുന്നെങ്കിൽ, നീ അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ നീ അത് മൊത്തത്തിൽ അങ്ങ് വിട്ടുകൊടുത്തേനെ, നീ പിന്നെ കൊടുത്ത കടം തിരിച്ച് ചോദിക്കേ ഇല്ല. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പൊ അത് അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കർമ്മമാണ്. കൊടുത്ത കടം അയാൾക്ക് തിരിച്ചു തരാൻ പ്രയാസമുണ്ട്, ഞെരുക്കമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് സമയം കൊടുക്കാൻ ആദ്യം പറഞ്ഞു, എന്നിട്ട് അള്ളാഹ് പറയണത് നീ സദക്കയായിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് നിനക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. കാരണം അത് അതിനെക്കുറിച്ച് നീ അറിഞ്ഞു കഴിഞ്ഞാൽ നീ അതേ ചെയ്യുള്ളൂ. സുബ്ഹാനല്ലാഹ്. നമ്മൾ പൊതുവെ അല്ലെ, നമ്മളൊരു ലോൺ, ഒരു കടം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര പ്രയാസമാണ്. അത് തിരിച്ച് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെ, ആ പൈസ കൊണ്ട് ചിലപ്പോൾ അപ്പൊ ആവശ്യമില്ലെങ്കിൽ പോലും ആ തിരിച്ചു തരുന്നില്ല എന്നുള്ള ആ ഒരു ഫീലിംഗ് നമുക്ക് വല്ലാത്ത പല പല നെഗറ്റീവ് വികാരങ്ങളും, ഹൃദയത്തിന്റെ പല രോഗങ്ങളും അപ്പം പുറത്തേക്ക് വരും അല്ലെ. എന്നാലും ഓൾക്ക് എല്ലാ കാര്യത്തിനും പൈസ ഉണ്ട്, എല്ലാ തോന്നിവാസത്തിനും പൈസ ഉണ്ട്, എല്ലാ ധാരാളിത്തത്തിനും പൈസ ഉണ്ട്, എന്റെ കടം മാത്രം തരാത്ത അല്ലെ. പിന്നെ കാണുന്നിടത്തും പറയുന്നിടത്തും ഒക്കെ വെച്ച് ആ ഹൃദയത്തിന്റെ ആ മുഷിപ്പും സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ വരും അല്ലേ. സുബ്ഹാനല്ലാഹ്. ഒരു ജസ്റ്റ് ഒരു ചെറിയ ഒരു ചിന്ത നമ്മളെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും അത് ഈസിയാവും. അതായത് നമ്മൾ ഒരാൾക്ക് ഇപ്പൊ 10,000 രൂപ ഒരു കൊല്ലത്തേക്ക് കടം കൊടുത്തു എന്ന് വെച്ചോ, അതിന്റെ അർത്ഥം നമ്മളെ കയ്യിൽ ആ സമയത്തുള്ള 10,000 ഈ ഒരു കൊല്ലത്തേക്ക് നമ്മൾക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റും എന്നാണ്. ഇനി ആ കൊല്ലത്തിന്റെ അവസാനം അയാൾ വന്നിട്ട് നമ്മളടുത്ത് പറയും എനിക്ക് ഇപ്പൊ തരാൻ പറ്റില്ല, എനിക്ക് ഒരു 6 മാസം കൂടെ സമയം വേണം. നമ്മൾ ഒരു 6 മാസം കൂടെ സമയം കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ 1.5 കൊല്ലവും നമുക്ക് ഈ 10,000 രൂപ ഇല്ലാതെ ജീവിക്കാൻ പറ്റും എന്നുള്ളതിന്റെ തെളിവാണ് അയാൾ തന്നിട്ടില്ല എന്നിട്ട് നമുക്കൊരു പ്രശ്നവും പറ്റാത്തത് അല്ലേ. നമ്മൾ തോന്നാണ് അതുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ മറച്ചു കളഞ്ഞായിരുന്നു എന്ന്. പക്ഷെ അള്ളാഹ് നമ്മൾക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്, ഈ 10,000 ഇല്ലാണ്ട് നിനക്ക് ഈ 1.5 കൊല്ലം സുഖമായിട്ട് ജീവിക്കാം അല്ലെ. അത് നിനക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് നിനക്ക് സ്വതക്കയായിട്ട് കൊടുക്കാമായിരുന്നു അല്ലെ. നമുക്കൊരു സംഭവം നമുക്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിടിച്ചു വെക്കേണ്ട കാര്യമില്ല, അത് നമുക്ക് സ്വതക്കയായിട്ട് കൊടുക്കാമായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ കൊടുത്ത കടങ്ങൾ അവർക്ക് പ്രയാസം കാരണം അവർ തിരിച്ചു തരൂല എന്ന് പറയുമ്പോൾ ഒരുപാട് മുഷിപ്പും വെറുപ്പും ഒക്കെ തോന്നുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്, അതില്ലാണ്ട് ഇപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടന്നില്ലേ. അപ്പൊ അവർക്ക് അത് തരാൻ പറ്റാത്തല്ലേ, വിട്ടുകൊടുത്തേക്കാം. നിർബന്ധം പറയല്ല കേട്ടോ, അള്ളാഹു പറയുന്നത് വഹുവ ഖൈറുൻ ലക്കും, നിങ്ങൾക്ക് അതാണ് ബെസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ സദഖയായിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഇൻ കുന്തും തഅലമൂൻ, അതിനെക്കുറിച്ച് നിങ്ങൾ അറിയുകയാണെങ്കിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല റിബയുടെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ഇവിടെ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, റിബ എന്ന് പറയുന്ന സംഭവത്തിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ചെയ്യാൻ പറയാം. റിബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എടുക്കുക, പിടിച്ചു വാങ്ങുക അല്ലെ, മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പ്രയോജനം ഉൾക്കൊള്ളുക. എന്നാൽ ഇവിടെ അള്ളാഹ് പറയുന്നത് ആ കടം കൊടുക്കാനുള്ള ഒരു അവസരം നിങ്ങൾ അവരോട് കെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക, അവർക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുക, അവരെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. സുബ്ഹാനല്ലാഹ്. അവർക്ക് പുറത്തു കൊടുക്കുക, അവർക്ക് സമയം കൊടുക്കുക. അൻ തസദ്ദഖു ഖൈറുൻ ലക്കും, നിങ്ങൾ സദഖയായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഒരു പക്ഷെ കേട്ടിട്ടുള്ള ഒരു ഹദീസ്. ഓക്കെ, നമുക്ക് കുറച്ചധികം ഹദീസുകൾ ഉണ്ട്, അതിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. ഈ ഒരു ഹദീസിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആര് ഒരു കടക്കാരന്, അതായത് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കടക്കാരന് സമയം കൊടുക്കുന്നുവോ അവന് എന്താണ് ആ ഒരു സമയം, ഓക്കെ, എത്ര സമയമാണോ അവൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ എത്ര ദിവസങ്ങളാണോ കൊടുക്കുന്നത് അത്രയും ദിവസം ആ എമൗണ്ട് സ്വതക്ക ചെയ്ത പ്രതിഫലമാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരാൾക്ക് എന്താണ് ഒരു 10,000 രൂപ പൈസ കടായിട്ട് കൊടുത്തു എന്ന് വെച്ചു, ഒരു കൊല്ലത്തെ സമയത്തിന്. ഒരു കൊല്ലം കഴിയുമ്പം അയാൾ അതെനിക്ക് തരാന്ന് പറഞ്ഞു, പക്ഷെ പറയാണ് ഇല്ല, എൻ്റെ കയ്യിൽ ഇല്ല.
അപ്പൊ ഒരു മാസം കൂടെ എടുത്തു എന്ന് നമ്മൾ പറയാം. അപ്പൊ ആ ഒരു മാസത്തില് ഓരോ ദിവസവും നമ്മൾ ആ 10,000 രൂപ സദക്ക കൊടുത്ത പ്രതിഫലമാണ് നമുക്ക്. സുബ്ഹാനല്ലാഹ് അല്ലെ, നമ്മൾ ഇതിനു മുമ്പ് പല ദിവസങ്ങൾ പല പ്രാവശ്യങ്ങളായിട്ട് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് തന്നെയാണ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ആവശ്യം നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഓക്കെ, ഓരോ ദിവസം നമ്മൾ അവർക്ക് സമയം കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും ആ എമൗണ്ട് സ്വതക്ക ചെയ്തതുപോലെയാണ്. സുബ്ഹാനഹു വ തആല എത്ര ഔദാര്യവാനല്ലേ. അള്ളാഹ് ഒരു കാരണം ഉണ്ടാക്കുകയാണ് നമുക്ക് പ്രതിഫലം തരാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. എന്നാൽ നമ്മളോ ആ പൈസ അന്ന് കിട്ടിയാൽ ഉണ്ടാവുന്ന വേൾഡ്ലി ബെനിഫിറ്റ്സ്, ഐഹികമായ പ്രയോജനങ്ങളെ കുറിച്ച് മാത്രം നമ്മൾ ആലോചിക്കൂ അല്ലേ. അതപ്പം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അതുകൊണ്ട് അത് ചെയ്യായിരുന്നു, ടൂറിസ്റ്ററായിട്ടാണ് അതാണ് ഇതാണെന്നൊക്കെ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് മാത്രമേ വരുള്ളൂ. നമ്മുടെ രോഗം പിടിച്ച ഹൃദയത്തിന് അങ്ങനെ നമുക്ക് വിട്ടു കൊടുക്കാനേ പറ്റൂല അല്ലേ. വേറെ ആരെങ്കിലും കടം തരാനുണ്ടെങ്കിൽ വരെ അവര് വിട്ടുകൊടുക്കാന്ന് വിചാരിച്ചവരെ നമ്മൾ സമ്മതിക്കില്ല. എന്തിനാ വിട്ടുകൊടുക്കുന്നത്, പിടിച്ചു വാങ്ങിക്കൂടെ, ചോദിച്ചിട്ടില്ലെങ്കിൽ തരുന്ന വിചാരം ഉണ്ടാവില്ല അല്ലെ. ചിലപ്പം ആ കൊടുത്ത ആൾ അത് ഒഴിവാക്കാൻ വേണ്ടി മനസ്സിൽ വിചാരിക്കില്ല. അത്ര പോലും നമ്മുടെ രോഗം പിടിച്ച ഹൃദയം നമ്മൾ ബാക്കിയുള്ളവരെ പോലും നന്നായിരിക്കാൻ നമ്മൾ സമ്മതിക്കൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് അതില് എന്താണ് എക്സ്ട്രാ ഇൻട്രസ്റ്റും അല്ലെ ഫൈനും ഒക്കെ ആക്കി മാറുന്നത്. നമുക്ക് ഒരു പക്ഷേ അൽഹംദുലില്ലാഹ് പലിശ വാങ്ങരുതെന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന കടങ്ങൾക്ക് പലിശയായിട്ട് ആഡ് ചെയ്യൂലായിരിക്കും. സുബ്ഹാനല്ലാഹ്. പക്ഷെ അങ്ങനെ ഇപ്പൊ നമ്മൾ അല്ലാത്ത കടങ്ങളിലൊക്കെ നമ്മൾ അത് കാണുന്നുണ്ടല്ലേ. അത് ഒരു ഫൈൻ ഒരു സമയം മിസ്സായി കഴിഞ്ഞാൽ അവിടെ ഇൻട്രസ്റ്റ് കൂടി, ഫൈന് കൂടി, അത് എമൗണ്ട് കൂടി വരണം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ്, അത് സമയം തെറ്റിക്കുമ്പം അവിടെ ഫൈനാണ് കൂടുന്നെങ്കിൽ ഇവിടെ എന്താ കൂടുന്നത്, പ്രതിഫലമാണ് കൂട്ടുന്നത് അല്ലെ. ഓരോ ദിവസം ചെല്ലും തോറും നമുക്കത് കിട്ടാതിരിക്കുമ്പോൾ, നമ്മൾ കൊടുത്തവരും നമുക്ക് തിരിച്ചു തരാതിരിക്കുമ്പോൾ അള്ളാഹ് പറയാ, ഇന്ന് നിനക്ക് ഇത് സ്വതക്ക ചെയ്ത പ്രതിഫലം. എല്ലാ ദിവസവും 10,000 രൂപ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒരു ലോണൊക്കെ ആരെങ്കിലും കടം ചോദിച്ചാൽ തന്നെ 10,000 ചിലപ്പോൾ നമ്മൾ കഷ്ടിച്ച അല്ലെങ്കിൽ ഒപ്പിച്ച, ഓരോരുത്തരുടെ എമൗണ്ട് ഓരോരുത്തർക്ക് വ്യത്യാസമായിരിക്കുമല്ലേ. ചിലർക്ക് അത് 10,000 ഈസി ആയിരിക്കും, 1,00,000 ആയിരിക്കും ബുദ്ധിമുട്ട്, ചിലർക്ക് 1,000 ഈസി ആയിരിക്കും, 10,000 ആയിരിക്കും ബുദ്ധിമുട്ട്. ഡിപ്പെൻസ് ഓരോരുത്തരുടെ സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് അനുസരിച്ച്. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു എമൗണ്ട് എത്രയാണെങ്കിലും അത് നമുക്ക് ഓരോ ദിവസവും നമുക്ക് അത്ര കൊടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. പക്ഷെ അള്ളാഹ് പറയണം, നിങ്ങൾ ഓരോ ദിവസവും അവർക്ക് അവധി കൊടുക്കുന്ന ഓരോ ദിവസവും അത്രയും ചെയ്ത പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്. ഇനി വേറെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല, ഒരു കടക്കാരന് നമ്മൾ എളുപ്പം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അള്ളാഹു അവന് എളുപ്പം കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ കടക്കാരന്, നമ്മളോട് കടം വാങ്ങിയ ആൾക്ക് നമ്മൾ എളുപ്പം കൊടുക്കുമ്പോൾ അള്ളാഹു അവന് ഇഹലോകത്തും പരലോകത്തും എളുപ്പം ഉണ്ടാക്കി കൊടുക്കുന്നു. അവന്റെ പ്രയാസങ്ങൾ ഇഹലോകത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുന്നു, പരലോകത്തും അള്ളാഹു നീക്കി കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മളൊരു ആൾക്ക്, അതായത് നമുക്ക് കടം തിരിച്ചു തരാനുള്ള ആൾക്ക് അയാൾക്ക് സമയത്ത് തരാൻ പറ്റൂല, നമ്മൾ കൂടുതൽ സമയം കൊടുക്കുകയാണെങ്കിൽ, കൂടുതൽ അവധി കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ അടുത്ത് വളരെ ഈസി ആയിട്ട് കുഴപ്പമില്ല, അതായത് അയാൾക്ക് മനസ്സിന് ആശ്വാസം ഉണ്ടാക്കുന്ന സംസാരം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അല്ലെ, ആ ഒരൊറ്റ വർത്തമാനത്തിന്റെ മേലെ നമ്മളെ ജീവിതത്തിലെ ഒരു പ്രയാസം എളുപ്പാക്കാന്ന് വെച്ചാൽ, അതർവൈസ് അത് ബുദ്ധിമുട്ടാകാമായിരുന്ന ഒരു പ്രശ്നം അള്ളാഹു എളുപ്പാക്കി തരാന്ന് വെച്ചാൽ സുബ്ഹാനല്ലാഹ്, നഷ്ടമുണ്ടോ അതിൽ അല്ലെ. പക്ഷെ നമുക്കതൊന്നും വേണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും ആളെ ഇടങ്ങാറാക്കിയിട്ട് അതിങ്ങോട്ട് വാങ്ങിയാൽ മതി. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലേ. ഒരു മുസ്ലിമിന്റെ കുറവ് നമ്മൾ ഈ ദുനിയാവിൽ മറച്ചു വെച്ചു കഴിഞ്ഞാൽ പരലോകത്ത് അള്ളാഹു നമ്മളുടെ ഒരു കുറവ് അല്ലെ, ഈ ലോകത്തും പരലോകത്തും അള്ളാഹു മറയ്ക്കും. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മൾ ഇതുപോലെ ആരെങ്കിലും കടം വാങ്ങിയിട്ട് തരാത്തതുണ്ടെങ്കിൽ, നമുക്ക് തരാത്തതുണ്ടെങ്കിൽ ഏതൊക്കെ സഭകളിൽ പറയാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ പറയൂലേ, ഓളത് വാങ്ങിയിട്ട് കണ്ടില്ലേ, ഓളൊരു അഹങ്കാരം, എന്റെ പൈസ ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല, പറയാറില്ലേ നമ്മൾ അല്ലെ. ആരോടൊക്കെ പറയാൻ പറ്റുമോ പറയാറില്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു കുറവ് നമ്മൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കുറവ് ദുനിയാവിലും മറയ്ക്കും, ആഖിറത്തിലും മറയ്ക്കും. ശരിക്കും ദുനിയാവിൽ നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പം വെളിപ്പെടുത്തുകയാണെങ്കിൽ നമുക്കൊന്നും തലയിൽ മുണ്ടിട്ട് പോലും നടക്കാൻ പറ്റൂല അല്ലെ ഈ നാട്ടില്. സുബ്ഹാനല്ലാഹ്. പരലോകത്തെ കാര്യം പറയുകയും വേണ്ട. അതേപോലെ ഒരു വ്യക്തിനെ നമ്മൾ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഒരു സഹോദരനെ നമ്മൾ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിച്ചുകൊണ്ടേയിരിക്കും. അപ്പം
നമുക്ക് അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത കടം കുഴപ്പമില്ല, അടുത്ത മാസം തന്നാൽ മതി, അല്ലെങ്കിൽ 6 മാസം തന്നാൽ മതി, കുഴപ്പമില്ല എന്ന് നമ്മൾ പറയുന്തോറും നമുക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ഓരോ ദിവസവും നമുക്ക് അത്രയും എമൗണ്ട് സ്വതക്ക ചെയ്ത പ്രതിഫലം കിട്ടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കാണ് ദിവസവും ഇത്രയും എമൗണ്ട് കൊടുക്കാൻ പറ്റുന്നത് അല്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മൾ ആർക്കെങ്കിലും 1,00,000 രൂപ കടം കൊടുത്തു നോക്കുക, അവർക്ക് നമ്മൾ സമയം കൊടുത്തു നോക്കുക, ഓരോ ദിവസവും 1,00,000. സുബ്ഹാനല്ലാഹ്. ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പം ഇഷ്ടം പോലെ വഴികൾ, അതാ നിങ്ങൾക്ക് എല്ലാ വഴിയിലും സമ്പാദിക്കാം എന്റെ പ്രതിഫലം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നമ്മളെ മുമ്പിൽ തുറന്നു വെച്ച് തരുമ്പോൾ ആ വഴികളൊക്കെ എങ്ങനെ അടയ്ക്കാന്ന് ആലോചിച്ചിട്ടാണ് നമ്മളുടെ രോഗം പിടിച്ച ഹൃദയം വർക്ക് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലെ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആര് ഒരു കടക്കാരന് സമയം കൂട്ടിക്കൊടുക്കുന്നുവോ, ഓക്കെ, അവന് പ്രയാസമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കുഴപ്പമില്ല നീ പിന്നെ തന്നാ മതി, അല്ലെങ്കിൽ ഇത്ര സമയം എടുത്തു എന്ന് ആര് ചെയ്യുന്നുവോ അവന് പരലോകത്ത് യൗമൽ ഖിയാമയിൽ അള്ളാഹുവിന്റെ അർശിന്റെ തണലുണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം ഈ പറഞ്ഞ ഹദീസുകളൊക്കെ സുനൻ ഇബ്നു മാജയിൽ വന്നിട്ടുള്ളതും സ്വഹീഹാക്കിയിട്ടുള്ളതുമായ ഹദീസുകളാണ്. സുബ്ഹാനല്ലാഹ്. ഹർഷിന്റെ തണല് കിട്ടുന്ന കൂട്ടരിൽ പെട്ടതാണെന്ന്. ആ 7 കാറ്റഗറിയിൽ നമ്മൾ ഇത് കേട്ടിട്ടില്ലെങ്കിലും ഇത് വേറെ തന്നെ ഒരു ഹദീസാണ്. അവധി കൊടുത്ത്, അതായത് ഒരാൾക്ക് കടം കൊടുത്തിട്ട് അതിന് സമയം കൂട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ അവന്റെ ആ ഒരു കടം കംപ്ലീറ്റ് ആയിട്ട് വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞേക്കുക. അർഷിന്റെ തണല് കിട്ടുന്ന കാര്യമാണ്. നഷ്ടാണോ? സുബ്ഹാനല്ലാഹ്. ഇനി വേറൊരു ഹദീസിനകത്ത് മുൻകഴിഞ്ഞ തലമുറയിൽ ഒരാള്, ഓക്കെ, അയാള് മരണത്തിന്റെ സമയമായപ്പോൾ മലക്കുൽ മൗത്ത് വന്നിട്ട് അയാളെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് വരും. ഓക്കെ, അപ്പൊ മലക്കുൽ മൗത്ത് അയാളുടെ അടുത്ത് ചോദിക്കും, നീ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നല്ല പ്രവൃത്തി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അതായത് അള്ളാഹ് നിനക്ക് എല്ലാം പുറത്തു തരുന്ന രീതിയിൽ എന്തെങ്കിലും. അപ്പൊ അയാള്, എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും ഓർമ്മയില്ല, അത്ര സ്പെഷ്യൽ ആയിട്ടൊന്നും ഞാൻ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പം പറഞ്ഞു, ഒന്നും കൂടെ ഓർത്ത് നോക്കാം, അള്ളാഹു നിനക്ക് എല്ലാം പുറത്തു തരുന്ന രീതിയിൽ എന്തെങ്കിലും. അപ്പൊ അയാള് വീണ്ടും ഓർത്തിട്ട് പറയും, ഞാൻ കച്ചവടം ചെയ്യാറുണ്ടായിരുന്നു, ഓക്കെ, അപ്പം ഞാൻ പാവപ്പെട്ടവർക്ക് അത് വിട്ടുകൊടുക്കുകയും പണക്കാർക്ക് അവധി കൊടുക്കുകയും ചെയ്യായിരുന്നു എന്റെ കടക്കാരില്. സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും എനിക്ക് പൈസ തരാനുണ്ടെങ്കിൽ, പണക്കാരാണെങ്കിൽ അവർക്ക് സമയം കൊടുക്കും, പാവപ്പെട്ടവരാണെങ്കിൽ ഞാൻ അവർക്ക് കംപ്ലീറ്റ് അത് വിട്ടുകൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ആ വ്യക്തിയെ സ്വർഗത്ത് പ്രവേശിപ്പിച്ചു. എനിക്ക് വേറെ അയാൾ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ടൊന്നും ചെയ്തത് ഓർമ്മയില്ല, പക്ഷെ അയാളെ സ്വർഗത്ത് പ്രവേശിച്ചു. അതായത് അയാൾക്ക് എല്ലാം പുറത്തു കൊടുത്തു എന്ന്. നമ്മളെന്താ വിചാരിക്കുക, ഓരെന്നെ യൂസ് ചെയ്യണം, ഞാൻ ചോദിക്കാതിരിക്കുന്നത് അല്ലെ, ഞാൻ ചോദിക്കാതിരിക്കുന്നത് യൂസ് ചെയ്യണം, അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. ഒന്ന് ചോദിച്ചിട്ട് ഒരിടങ്ങാറാക്കി കളഞ്ഞാൽ, കണ്ടില്ല ഓരോ അത് ചെയ്യുന്ന, ഒരു കല്യാണത്തിന് ഇത്ര ആഡംബരം. ഇപ്പം ചോദിക്കും, ഒരിടത്ത് പൈസ ഉണ്ടല്ലോ, ഉണ്ടായിട്ടല്ലോ ഓരത് കളിക്കുന്നത് അല്ലെ? നമ്മൾ പറയാറില്ലേ, നമ്മൾ ചിന്തിക്കാറില്ലേ? അള്ളാഹ് പറയാണ്, എല്ലാം പുറത്ത് സ്വർഗത്ത് പ്രവേശിക്കാനുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിനകത്ത് അയാൾക്ക് എല്ലാം പുറത്തു കൊടുത്ത് സ്വർഗത്ത് പ്രവേശിപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞത്, പണക്കാരനാണെങ്കിൽ ആ കടക്കാരൻ അയാള് സമയം കൊടുക്കും, പാവപ്പെട്ടവനാണെങ്കിൽ കടം അങ്ങ് മറന്നു കളയുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മളെന്താ ചോദിക്കുന്നത്, അത് നീതിയല്ല അല്ലെ? അയാൾ ചെയ്യുന്നത് നീതിയല്ല, അയാൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ അള്ളാന്റെ പ്രതിഫലം, അള്ളാന്റെ പ്രോമിസ് നമ്മളപ്പം മറന്നു പോകും. നമുക്ക് ഈ കിട്ടാനുള്ള 1000 10,000 തുച്ഛമായ പൈസന്റെ എണ്ണമാണ് നമുക്ക് വലുത്. അള്ളാഹ് വളരെ ഹെവി ആയിട്ടുള്ള പ്രതിഫലങ്ങളും അല്ലെ, ഹെവി ആയിട്ടുള്ള പാപമോചനവും ബഹുമാനവും സ്വർഗവും ഒക്കെ അള്ളാഹു ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ തുച്ഛമായ പൈസ തിരിച്ചു കിട്ടാത്ത പ്രശ്നമാണ് അവിടെ. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ ഒരുപാട് ഇതേ വാക്കുകൾ തിരിച്ചും മറിച്ചും ഒക്കെ വരുന്ന ഒരുപാട് ഹദീസുകൾ സുബ്ഹാനല്ലാഹ് നമുക്ക് കാണാം, സ്വഹീഹാക്കിയിട്ടുള്ളത് തന്നെ. ഇനി ചിലപ്പം നമ്മളടുത്ത് നിന്ന് ആരെങ്കിലും പൈസ എന്തെങ്കിലും കടം വാങ്ങി നോക്കാം, ഓക്കെ, ഇനി പൈസ ആവണമെന്നില്ല, എന്തെങ്കിലും സാധനങ്ങളോ ഡ്രസ്സോ പാത്രങ്ങളോ ബുക്കോ, സുബ്ഹാനല്ലാഹ്, നമ്മളെ സ്വന്തം ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം അവരത് യൂസ് ചെയ്യാണ്, എന്നിട്ട് അവർ പറയാം ഞാൻ തരാട്ടോ, കാരണം അവർക്ക് അതുകൊണ്ട് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിന് ഇഷ്ടമുണ്ട്, ഞാൻ തരാട്ടോ, നമ്മളെ കാണുമ്പോൾ തരാന്ന് പറയും, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യും ഞാൻ തരാട്ടോ എന്ന് പറയും. അപ്പം നമ്മൾ ഇല്ല കുഴപ്പമില്ല അത് നിങ്ങൾ വെച്ചോ എന്ന് പറയുമ്പം സുബ്ഹാനല്ലാഹ്, അതൊരു ചാരിറ്റിയാണ് അല്ലെ? അത് നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് ആവശ്യമുള്ള സാധനമായിരിക്കും, പക്ഷെ അവരൊക്കെ അത് കൊടുത്ത് അവർക്ക് ആവശ്യമുള്ളത് കൊണ്ട് അവരത് വെച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരത് ഉപയോഗിക്കുകയാണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് കൊടുക്കുമ്പോൾ അല്ലെ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നമുക്ക് ഇഷ്ടമുള്ളത് ചെലവഴിക്കുമ്പോഴാണ് നമ്മൾ ബിർറ് ചെയ്യുന്നത് അല്ലെ.
അപ്പം കുഴപ്പമില്ല, അത് നിങ്ങൾ വെച്ചോ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് ഒരു പടി ഉയരാൻ, അള്ളാഹുവിന്റെ റെസ്പെക്ട് ഒരു പടി ഉയരാൻ, അള്ളാഹുവിൽ നിന്ന് പാപമോചനം ലഭിക്കാൻ, അല്ലെങ്കിൽ ഒരുപാട് പ്രതിഫലത്തിനുള്ള ഒരു കാരണമാണ്. അതുപോലെ ഓരോ സാഹചര്യത്തിലും നമുക്ക് പണം വാങ്ങിയത് തിരിച്ചു തരാനുള്ള, അപ്പൊ നമ്മൾ അവരെ കുറിച്ച് ചിന്തിക്കുക. നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ, പൈസ കടം കൊടുത്തിട്ട് നമ്മൾക്ക് ആരെങ്കിലും തന്നിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷൻ, നമുക്കത് കൊടുക്കാൻ അത് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ ദൈനംദിന എക്സ്പെൻസ് തന്നെ മീറ്റ് ചെയ്യുന്നില്ല, എങ്ങനെയാ കൊടുക്കുക? അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരാൾ നമ്മുടെ അടുത്ത് ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഹാപ്പി ആയിരിക്കും. ആ ഒരു ഷൂല് അവർക്ക് വേണ്ടി ഒന്ന് ചിന്തിച്ച് നോക്ക്. ഓരോ കാര്യങ്ങളും, നമ്മളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ സംസാരങ്ങളും, ഈ ഒരു വാക്ക് എന്നോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ ഫീൽ ചെയ്യാന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളുടെ എല്ലാ കാര്യത്തിലും അതിനൊരു മാറ്റം വരുത്താൻ പറ്റും. നമ്മളുടെ ദാവകളിൽ പോലും അത് മാറ്റം വരുത്താൻ പറ്റും. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല അല്ലെ. നമുക്ക് എപ്പോഴും ഞാൻ ഹാപ്പി ആയിരിക്കണം, എനിക്ക് സന്തോഷം വേണം എന്നുള്ളതേ ഉള്ളൂ. എന്റെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം, എന്റെ അവകാശങ്ങൾ കറക്റ്റ് ആയിരിക്കണം, എന്നോട് ആരും അനീതി ചെയ്യാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ മെയിൻ അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആരെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ, നമ്മൾ ആരെയും സഹായിക്കുമ്പോൾ, അള്ളയാണ് അവരെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത്. അള്ളാന്റെ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലാണ് തിരിച്ചു കിട്ടുന്നത്. ഭൂമിയിൽ അള്ളാഹു നമ്മളെ സന്തോഷിപ്പിക്കും, നമ്മളെ സഹായിക്കും, പരലോകത്ത് കണക്കില്ലാത്ത പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കെയർ ചെയ്യാൻ ശ്രമിക്കുക, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, നമ്മളുടെ ആവശ്യങ്ങളെ പോലെ അവരുടെ ആവശ്യങ്ങളെ കണക്കാക്കാൻ ശ്രമിക്കുക. അപ്പൊ അള്ളാഹു നമ്മളെ കാര്യങ്ങളും അള്ളാഹു ടേക്ക് കെയർ ചെയ്തോളും. സുബ്ഹാനല്ലാഹ്. وإن كان ذو أسرة فنظرة إلى ميسرة وأن تصدقوا خير لكم. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം അല്ലെ, ഏറ്റവും പ്രതിഫലാർഹം. വേറൊരു ഹദീസ് ഇബ്നു കസീർ തഫ്സീറിനകത്ത് വന്നിട്ടുള്ളതാണ്. യൗമുൽ ഖിയാമയിൽ അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിന്റെ അടിമകളെ അവന്റെ മുന്നിൽ വിളിപ്പിക്കും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി എന്തൊരു കർമ്മമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ഓക്കെ, നിങ്ങൾ അതായത് നമ്മൾ ഒരു ദിവസം നോക്കുമ്പോൾ അല്ലെ, ഫുൾ ഡേ നോക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഡ്രസ്സ് ഇടുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, വീട് ക്ലീൻ ചെയ്യുന്നുണ്ട്, പുറത്തു പോകുന്നുണ്ട്, വരുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. പലപ്പോഴും അള്ളാഹ്ക്ക് വേണ്ടി എന്നുള്ളത് നമ്മൾ മറന്നു പോകാറാണല്ലേ. അപ്പൊ അള്ളാഹ് ചോദിക്കും, എനിക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്? അപ്പം ഒരു അടിമ പറയും, അള്ളാഹുവേ, ഞാൻ ഒരു അണുമണി തൂക്കം, ഒരു ആറ്റം വെയിറ്റ് ഉള്ള സാധനം പോലും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. സുബ്ഹാനല്ലാഹ്. നമ്മളൊന്ന് നമ്മളോട് ചോദിച്ചു നോക്കാം, അള്ളാഹ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഇയാളോട് ഈ ചോദ്യം ചോദിച്ച് 3 പ്രാവശ്യം ഇയാള് ഇതന്നെ പറയും. 3-മത്തെ പ്രാവശ്യം പറയും, അള്ളാഹുവേ, നീ എനിക്ക് സമ്പത്ത് തന്നു, ഞാൻ ഒരു കച്ചവടക്കാരനായിരുന്നു, ഞാൻ എൻ്റെ കച്ചവടം, അതായത് ഞാൻ കടം കൊടുക്കുമ്പം അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കുറച്ച് ഈസി ആക്കി കൊടുക്കും. അതായത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ ടൈം നീട്ടിക്കൊടുക്കും, പാവപ്പെട്ട ആൾക്കാർക്ക് ഞാൻ അതങ്ങ് വിട്ടുകൊടുക്കും. അപ്പൊ അള്ളാഹ് പറയും, ഈസി ആക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഈസി ടേംസ് നൽകുന്ന കാര്യത്തിൽ ഞാനാണ് കൂടുതൽ ഉത്തമൻ നിന്നെക്കാളും. അതായത് അള്ളാഹു ആണ് ഏറ്റവും ഉത്തമൻ, അതുകൊണ്ട് ഇതാ നീ സ്വർഗത്തിൽ പ്രവേശിച്ചോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നീ ആൾക്കാരുടെ അടുത്ത് ഈസി ആക്കിയില്ലേ, ആൾക്കാർക്ക് ലീനിയന്റ് ആയിട്ട് സൗമ്യമായിട്ട് നീ ആൾക്കാരായിട്ട് ഡീൽ ചെയ്തു, പക്ഷെ അക്കാര്യത്തിൽ ഏറ്റവും ടോപ്പ് ഞാനാണ്, അതുകൊണ്ട് ഇതാ ഞാൻ നിന്റെ അടുത്ത് ലീനിയന്റ് ആയിരിക്കുന്നു, ഞാൻ സൗമ്യമായിരിക്കുന്നു, നീ സ്വർഗത്തിൽ പ്രവേശിച്ചോ. സുബ്ഹാനല്ലാഹ്. നമ്മൾ എത്രത്തോളം അവർക്ക് പ്രയാസാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ പ്രയാസാക്കൂലേ. എത്ര പ്രാവശ്യം വിളിച്ചു വേർപ്പിക്കാൻ പറ്റുമോ അത്രയും വിളിച്ചു വേർപ്പിക്കും. ഒരു പാത്രം കൊടുത്താൽ വരെ, എന്റെ പാത്രം എൻ്റെ അടുത്തുണ്ടേ, ആ നോൺ സ്റ്റിക്കിൽ നീ സ്റ്റീലിന്റെ ഇതിട്ട് ഉരക്കല്ലേ, എന്റെ പ്ലേറ്റ് പൊട്ടിക്കല്ലേ, എന്റെ ഹിജാബിന്റെ സൈഡിലുള്ള ആ ഒരു ഇത് മുത്തു താഴെ പോവല്ലേ അല്ലേ. സുബ്ഹാനല്ലാഹ്. അതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കൊടുക്കയില്ല, ഓക്ക് കൊടുത്ത ഓള് ശ്രദ്ധിക്കൂല, ഓള് പൊട്ടിച്ചളയും അല്ലെങ്കിൽ ഓള് കീറിക്കളയും അല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ എത്തൊരു സെൽഫിഷ് ആണ് അല്ലെ. നമ്മളെ സാധനങ്ങൾ, നമ്മളുടെ ഇത് ഞാൻ ഉണ്ടാക്കിയത് അത് കേടാവും, അള്ളാഹ് തന്നാൽ നമുക്ക് പലപ്പോഴും മറന്നു പോകും. നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളുടേത്, അള്ളാഹ് നമുക്ക് തന്ന ബിലോങ്ങിങ്സ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് അവരുമായിട്ട് അത് സൗമ്യമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളടുത്തും അതേപോലെ കാണിക്കും. അത് അള്ളാഹുവിന്റെ ക്വാളിറ്റിയാണ് ഔദാര്യം എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു ക്വാളിറ്റീന് ചെറുതെങ്കിലും നമ്മൾ കാണിക്കുമ്പോൾ ശരിക്കും അത് അള്ളാഹുലുള്ള തവക്കുലാണ്.
അള്ളാഹ് എനിക്ക് പ്രതിഫലം തന്നോളും, അള്ളാഹ് ഇതിനെ എനിക്ക് റീപ്ലേസ് ചെയ്തോളും എന്നുള്ള പ്രതീക്ഷയുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാത്തവർക്ക് എപ്പോഴും ഹൃദയത്തിനൊരു പിടുത്തം ഉണ്ടാവില്ലേ. ചിലപ്പോൾ നമുക്ക് ചില നാടുകളിലൊക്കെ പോകുമ്പം നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്ന ചില വീട്ടുകാരുണ്ടാവും. ഏതെങ്കിലും നമ്മൾ വല്ല ട്രിപ്പ് പോവുക അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ പോവുക, അപ്പൊ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം അവരുടെ ചില വിശാല മനസ്കതല്ലേ. അവർ ചിലപ്പോൾ ഒരു വീട് മൊത്തം തുറന്നു തരും. ഇതാ നിങ്ങൾ ഉപയോഗിച്ചോ, നിങ്ങളുടെ സ്വന്തം പോലെ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ കാറ്, അല്ലെങ്കിൽ അവരുടെ എന്ത് സാധനങ്ങൾ, ഇതാ നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോ. സുബ്ഹാനല്ലാഹ്. നമുക്ക് അല്ലെ നമ്മളെ വീട്ടിൽ ആരെങ്കിലും വരാന്ന് പറയുമ്പോ തന്നെ ഇടങ്ങേറ് തുടങ്ങും മാനസികമായിട്ട് അല്ലെ. വിട്ടുകൊടുക്കാന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ തന്നെ പറ്റൂല. ശരിക്കും അൻസാറികളുടെയും മുഹാജിറുകളുടെയും ആ ഒരു ഇത് സുബ്ഹാനല്ലാഹ്, ഒന്നുമില്ലാതെ വന്ന മുഹാജിറുകൾക്ക് സ്വന്തം വീടും അല്ലെ സ്വന്തം സ്ഥലവും കച്ചവടവും ഒക്കെ വിട്ടുകൊടുത്ത അൻസാറുകൾ, സുബ്ഹാനല്ലാഹ്. അവരെയാണ് നമ്മൾ മാതൃകയാക്കുന്നത്. എന്നാൽ നമ്മളോ എന്റെ വീട്, എന്റെ കാറ്, എന്റെ പ്ലേറ്റ്, എന്റെ ഡ്രസ്സ്, സുബ്ഹാനല്ലാഹ് അല്ലെ. അത്ര ചെറിയ എത്ര ചെറിയ ഹൃദയമാക്കാൻ പറ്റുമോ അത്രയും ചെറുത് നമ്മളാക്കും. എന്റേത് ഷെയർ ചെയ്യാൻ പറ്റില്ല. അന്ന് കൊടുത്തപ്പോ തന്നെ ഒളിങ്ങനെ ആക്കിയിട്ടാ തിരിച്ചു തന്നത് അല്ലെ. പൈസ ഓർക്ക് കൊടുക്കണ്ട, നമ്മളെ തീരുമാനം തന്നെ അത് കൊടുത്താൽ തിരിച്ചു തരൂല. അതിന് വാരിക്കോരി കൊടുക്കണം എന്നും തിരിച്ചു തരുന്നില്ലെങ്കിൽ കൊടുക്കണം എന്നൊന്നും അല്ല പറയുന്നത് കേട്ടോ. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സമ്പാദിക്കാനുള്ളൂ അല്ലെ. കാരണം നമ്മളെ ഹൃദയം ചെറുതായി പോകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് തവക്കുലില്ല, അള്ളാഹുൽ അത്ര വിശ്വാസമില്ല. കാരണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ ഞാൻ പ്രതിഫലം തരാം, ഇത്ര ഇരട്ടി പ്രതിഫലം തരാം, നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാം, നിങ്ങൾക്ക് സ്വർഗം തരാം എന്നൊക്കെയുള്ള തെളിവുകൾ നമ്മളിവിടെ ഹദീസുകളിലൂടെ കണ്ടല്ലേ. പക്ഷെ അതിലൊന്നും നമുക്ക് വലിയ വിശ്വാസമില്ല. നമുക്കുള്ള വിശ്വാസം നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഏൺ ചെയ്തിട്ടുള്ള ഈ സമ്പത്തിലും നമ്മളുടെ ഈ സാധനങ്ങളിലുമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറയുന്നു നിങ്ങൾ സ്വതക്കയാക്കി കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ലീനിയന്റ് ആയി കഴിഞ്ഞാൽ അള്ളാഹു, അതായത് നിങ്ങൾ സൗമ്യമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളോടും സൗമ്യമായിട്ട് പെരുമാറും. ഇവിടെ നമ്മൾ ഓർക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ആർക്കെങ്കിലും കടം കൊടുക്കുമ്പോൾ എന്താണോ നമ്മൾ കടം കൊടുക്കുന്നത്, പൈസ ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ, അപ്പം അവരിൽ നിന്ന് തിരിച്ച് അതല്ലാതെ വേറൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല. അതാണ് പലിശ എന്ന് നമ്മൾ പറഞ്ഞില്ലേ. നമ്മളൊരു 10,000 കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10,050 നമ്മൾ എടുക്കാൻ പാടില്ല. ആ 50 എടുത്തു കഴിഞ്ഞാൽ അത് പലിശയായി, അതൊരു എക്സ്ട്രാ ബെനിഫിറ്റ് ആയി. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ശരിക്കും കടം കൊടുക്കുന്നവരെടുത്ത് കടം കൊടുക്കുന്നവരടുത്ത് നിന്നും ഗിഫ്റ്റ് സ്വീകരിക്കുന്ന കാര്യങ്ങളിൽ പോലും നമ്മളെ ദീനില് നിയമങ്ങളുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. കാരണം ആ ഒരു ഗിഫ്റ്റ് റിബ ആയി പോകും. കാരണം നമ്മൾ ചെയ്ത ആ ഒരു ഇഹ്സാന്റെ മേലിൽ അവർക്ക് നമ്മളോടൊരു ബാധ്യത തോന്നുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ സംസാരിക്കുകയോ അവർക്ക് അങ്ങനെ തോന്നുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ അതെന്തായി, റിബ ആയി പോകും. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള ആളുകൾ തന്നെ ഉണ്ട് അല്ലേ. കടം കൊടുത്ത് ആളുകളെ അധീനതയിലാക്കുന്ന, ഞാൻ തന്നതല്ലേ അതുകൊണ്ട് അവര് എന്റെ ചൊൽപ്പടിക്ക് നിൽക്കണം, ഞാൻ കടം കൊടുത്ത് ഞാൻ സഹായിക്കുന്നതാണ്, അപ്പൊ അവിടെ അവരെ വീട്ടിൽ ചെന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം അല്ലെ. ഇമാം അബു ഹനീഫ, അദ്ദേഹം കടം കൊടുത്ത ഒരു വ്യക്തിയുടെ വീടിന്റെ തണലിൽ ഇരിക്കുക പോലും ഇല്ലായിരുന്നു എന്ന്. ആ തണലിൽ കൊണ്ടുകഴിഞ്ഞാല് അത് റിബ ആയിരിക്കുമോ എന്ന് പേടിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. അതായത് അദ്ദേഹം പറയുന്നത്, ആ തണലില് വേറൊരാൾ വന്നിരുന്നെങ്കിൽ ചിലപ്പം ആ വീടിന്റെ ഓണർ പറയായിരുന്നു, ഇവിടെ ഇരിക്കല്ലേ, ഇതെന്റെ പ്രോപ്പർട്ടിയാണ്, ഇതിലെ പോവല്ലേന്ന്. പക്ഷെ ഞാൻ ചെന്നിരുന്നാൽ ഞാൻ അയാളൊന്നും പറയില്ല, കാരണം ഞാൻ അയാൾക്ക് കടം കൊടുത്തിട്ടുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് കടം കൊടുത്തതിന്റെ പേരില് വേറെ തരത്തിലുള്ള ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെന്താണ്? അത് പലിശയ്ക്ക് തുല്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹദീസ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. എന്താ ഹദീസിനകത്ത് പറയുന്നത്? നമ്മൾ ആർക്കെങ്കിലും കടം കൊടുക്കുമ്പോൾ ആ കടക്കാരൻ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരികയോ അല്ലെങ്കിൽ നമുക്കൊരു റൈഡ്, അതായത് അവരുടെ ഒട്ടകപ്പുറത്ത് നമ്മളെ യാത്രയ്ക്ക് അനുവദിക്കുമോ എന്നുള്ള രീതിയിലാണ് ഈ ഹദീസിൽ പറഞ്ഞത്. അതായത് നമുക്കൊരു ഫ്രീ റൈഡ് തരുക, ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യരുത്, അൺലെസ് അത് കടം കൊടുക്കുന്നതിന് മുമ്പോ നിങ്ങൾ തമ്മിൽ അങ്ങനെ ഇടപാടുകൾ ഉണ്ടാവാറുണ്ടായിരുന്നെങ്കിൽ. അതായത് ഞാനതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പം നമ്മളെ സഹോദരി അവള് എൻ്റെ അടുത്തുനിന്ന് ഒരു 1000 രൂപ വാങ്ങി. സാധാരണഗതിയിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ അവളുടെ ഡ്രസ്സ് ഞാൻ എടുക്കും, അല്ലെങ്കിൽ ബാഗ് ഞാൻ എടുക്കും, അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറും വാങ്ങാറുണ്ട്. പക്ഷെ ഇവള് എൻ്റെ അടുത്തുനിന്ന് ഒരു 1000 രൂപ കടം വാങ്ങിക്കഴിഞ്ഞാൽ
പിന്നെ ഞാൻ ഇവളുടെ ഡ്രസ്സ് എടുക്കരുത്, ബാഗ് എടുക്കരുത്, അങ്ങനെയാണോ? അല്ല. കാരണം ഇത് കടം വാങ്ങുന്നതിന്റെ മുമ്പ് നമ്മൾ തമ്മിൽ അങ്ങനെ കൊടുക്കലുകളും വാങ്ങലുകളും ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ആ രീതിയിൽ തുടരാം. പക്ഷെ കടം കൊടുത്തതിന്റെ പേരിൽ മുമ്പില്ലാത്ത വിധത്തില് അങ്ങനെ കൊടുക്കലോ വാങ്ങലോ, അല്ലെങ്കിൽ കടം കൊടുത്തതിന്റെ പേരിൽ അവരിൽ നിന്ന് എന്തെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റ് നമ്മൾ ആഗ്രഹിക്കലോ യൂസ് ചെയ്യലോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് റിബയുടെ ഗണത്തിൽ പെടും. സുബ്ഹാനല്ലാഹ്. അപ്പം എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിന്റെ തെളിവാണ് ഇതൊക്കെ. അപ്പം അതിന്റെ ബേസിസിൽ ഞാനിപ്പം ഇപ്പൊ ഇന്നലെ ഡിസ്കഷനിൽ ആരോ ഈ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. നമ്മൾക്ക് അറിയുന്നവര്, കുടുംബക്കാര്, അങ്ങനെയുള്ളവർക്കൊക്കെ ആവുമ്പോൾ നമ്മൾ കൊടുത്ത് അവരെന്തെങ്കിലും എക്സ്ട്രാ ചെയ്യൂലേ, അപ്പൊ കൊടുക്കാതിരിക്കണ്ടേ, അവർക്ക് കൊടുക്കുന്നതിനേക്കാളും പുറത്തുള്ളവർക്ക് കൊടുക്കുന്നല്ലേ നല്ലത്? അങ്ങനെയല്ല. നമ്മൾ കൊടുക്കുമ്പോഴും നമ്മൾ ആ ഒരു സംഭവം ആഗ്രഹിച്ചിട്ട്, അല്ലെങ്കിൽ അവർ അത് എക്സ്ട്രാ തരുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരോട് പറയാ ഇത് റിബായി പോവും, ഞാൻ നിങ്ങൾക്ക് തന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് റിബായി പോവും, ഇത് ഞാൻ സ്വീകരിക്കൂല. ഓക്കെ. അല്ലാതെ നമ്മൾ പൊതുവെ ബന്ധുക്കളാവുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് മുമ്പ് ചെയ്യുന്നത് പോലെ അപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്തിന്റെ റെസിറ്റേഷൻ ഒന്ന് കേൾക്കാം. നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നതായ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. പിന്നെ ഓരോ ദേഹത്തിനും അത് സമ്പാദിച്ചുണ്ടാക്കിയത് അതിന്റെ പ്രതിഫലം നിറവേറ്റി കൊടുക്കപ്പെടുന്നതാണ്. അവരാകട്ടെ അക്രമം ചെയ്യപ്പെടുകയില്ല താനും. വാക്കർത്ഥം നോക്കാം. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. യൗമൻ, ഒരു ദിവസത്തെ. തുർജഊന ഫീ, അതിൽ നിങ്ങൾ മടക്കപ്പെടും. ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക്. തുമ്മ തുവഫ, പിന്നെ നിറവേറ്റപ്പെടും, പൂർത്തിയാക്കി കൊടുക്കപ്പെടും. ഓക്കെ. വൗ ഫ യാ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള റൂട്ടാണ്. ഇവിടെ ബാക്കി എല്ലാ വാക്കുകളും മുമ്പ് കണ്ടിട്ടുള്ള റൂട്ടുകളാണ്, അതുകൊണ്ടാണ് എഴുതാതിരുന്നത്. കുല്ലു നഫ്സിൻ, എല്ലാ ദേഹത്തിനും, എല്ലാ ആത്മാവിനും. മാക്കസബത്ത്, അത് സമ്പാദിച്ചത്. വഹും, അവരാകട്ടെ. ലാ യുദ്ലമൂൻ, അക്രമം, അനീതി ചെയ്യപ്പെടുകയില്ല. തഫ്സീർ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വത്തഖൂ യൗമൻ, നിങ്ങൾ ഭയപ്പെട് ഒരു ദിവസത്തെ, അല്ലെ? അപ്പം ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെട്. ഏത് ദിവസമാണ്? തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നതായ ആ ഒരു ദിവസം. സുബ്ഹാനല്ലാഹ്. എന്നാണ് നമ്മൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നത്? നമ്മളുടെ മരണത്തിന്റെ ദിവസം, അല്ലെ? നമ്മൾ മരിക്കുന്ന ദിവസമാണ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടക്കപ്പെടുന്നത്. അതിനുശേഷം യൗമുൽ ഖിയാമയിൽ, അല്ലെ, യൗമുൽ ഖിയാമ ഉണ്ടാവും. നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ഒരു ദിവസം. ആ ഒരു ദിവസത്തെ നിങ്ങൾ അള്ളാഹുവിനെ കാണാൻ പോകുന്ന, ഫേസ് ചെയ്യാൻ പോകുന്ന ആ ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുക. കാരണം ആ ദിവസത്തിൽ നിങ്ങൾ എന്താണോ ചെയ്തത് അതിനെല്ലാം നിങ്ങൾ ആൻസറബിൾ ആയിരിക്കും. നിങ്ങൾ എന്ത് ചോയ്സ് ആണോ ജീവിതത്തിൽ എടുത്തത് അതിനെല്ലാം നിങ്ങൾ ആൻസറബിൾ ആയിരിക്കും. എന്ത് തീരുമാനങ്ങളാണോ നിങ്ങൾ എടുത്തത് അതിനെല്ലാം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും, അല്ലെ? സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത്. പിന്നെ അപ്പോ എന്താണ്? ഓരോ നഫ്സും, ഓരോ വ്യക്തിയും എന്താണ്? തുവഫ, കംപ്ലീറ്റ് ആയിട്ട് നൽകപ്പെടും. ആ വ്യക്തിക്ക് കോമ്പൻസേറ്റ് ചെയ്യപ്പെടും, പേയ്മെന്റ് കൊടുക്കപ്പെടും. എന്ത്? മാ കസബത്ത്, അവൻ സമ്പാദിച്ചതിന്. വഹും ലാ യുദ്ലമൂൻ, അവനോട് അനീതി ചെയ്യുകയില്ല, അതായത് അവൻ അനീതി ചെയ്യപ്പെടുകയും ഇല്ല. സുമ്മ തുവഫ, വാവ് ഫ യ, നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, അല്ലെ? യുവഫ എന്നുള്ള വാക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഫുള്ളി പേ ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാക്കിയിട്ട് കൊടുക്കുന്നതിനാണ് തുഹഫ എന്ന് പറയുന്നത്. കുല്ലു നഫ്സിൻ, ഓരോ വ്യക്തിയും, ഓരോ ആത്മാവും, ഓരോ മനുഷ്യനും ഫുള്ള് കൊടുക്കപ്പെടും. എന്തിന്? മാ കസബത്ത്, അവൻ എന്താണോ ഉണ്ടാക്കിയത്, സമ്പാദിച്ചത്. അപ്പം അവന്റെ എല്ലാ കർമ്മങ്ങൾക്കും കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കും. ഏത് കർമ്മത്തിനാണ്? മാ കസബത്ത്, അല്ലെ? അവൻ സമ്പാദിച്ചത്, അവൻ ചെയ്തുണ്ടാക്കിയ എല്ലാത്തിനും. വഹും ലാ യുദ്ലമൂൻ, അവനോട് യാതൊരു അനീതിയും അന്നത്തെ ദിവസം ചെയ്യപ്പെടുകയില്ല. അപ്പൊ ആ ഒരു ദിവസം, അല്ലെ, അത് ഡെഫിനറ്റ്ലി വരും. അത് റിയാലിറ്റിയാണ്, അതിന് യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് ഇപ്പോ നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾ ശരിക്കും ബോധവാന്മാരായിരിക്കണം. എന്ത് തരത്തിലുള്ള കടങ്ങളാണ് നമ്മൾ വാങ്ങുന്നത്? എന്ത് തരത്തിലുള്ള പൈസയുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്? എവിടെ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്? ആ വാങ്ങുന്നതിന്റെ കരാറുകൾ എന്തൊക്കെയാണ്? എന്ത് സാധനം ഏത് രീതിയിലാണ് നമ്മൾ വാങ്ങുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ന് ചോദിക്കും, അല്ലെ? എല്ലാം ചോദിക്കും. എങ്ങനെയാ നീ സമ്പാദിച്ചേ? എങ്ങനെയാ നീ യൂസ് ചെയ്തേ? ഏത് വഴിക്കാ നീ സമ്പാദിച്ചേ? ഏത് വഴിക്കൊക്കെയാ നീ അത് ചെലവഴിച്ചേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു ചോദിക്കുന്ന പല ചോദ്യങ്ങളിൽ പെട്ടതാണ് ഇതെല്ലാം, അല്ലെ?
സമ്പാദ്യം എങ്ങനെ, എവിടെ നീ ചെലവഴിച്ചു, എങ്ങനെ ചെലവഴിച്ചു, സുബ്ഹാനല്ലാഹ്. അങ്ങനെ ചോദ്യത്തിന്റെ പിന്നാലെ അതിന്റെ കോമ്പൻസേഷനും ഉണ്ടാവും അല്ലെ, അതിന്റെ റിസൾട്ടും വരും. സുബ്ഹാനല്ലാഹ്. അതിന് ഉള്ള പ്രതിഫലമാണെങ്കിൽ പ്രതിഫലം, പണിഷ്മെന്റ് ആണെങ്കിൽ പണിഷ്മെന്റ്. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت له وهم لا يظلمون. ഒരു അനീതിയോ ആ ദിവസം ഉണ്ടാവില്ല. ഒരു അണുമണി തൂക്കം ആരെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തായാലും അന്ന് പ്രതിഫലം ഉണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഒരു തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പണിഷ്മെന്റ് ഉണ്ടാവും. കാരണം അള്ളാഹു അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നീതിമാനാണ്. പെർഫെക്റ്റ് നീതിമാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെ. നമുക്ക് ഒരു ചെറിയൊരു എമൗണ്ട് പോലും നമുക്ക് ആരെങ്കിലും തരാനുണ്ടെങ്കിൽ അത് നമുക്ക് അവിടുന്ന് നഷ്ടപ്പെടൂല. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് ആരെങ്കിലും ഒരു 500 രൂപ കുറെ കാലമായിട്ട് തരാനുണ്ട്, നമ്മളോട് കടം വാങ്ങിയാണ് തരുന്നില്ല, നമ്മൾ പറയുന്നുണ്ട്, അവരടുത്ത് കളിയാക്കുന്ന അല്ല ചോദിക്കുന്നുണ്ട്, ഓർമ്മിപ്പിക്കുന്നുണ്ട്, പക്ഷെ അവര് 500 രൂപയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ തരാടോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് തമാശ ആക്കി സീരിയസ് ആക്കാണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ലേ. ചിലപ്പോൾ പ്രത്യേകിച്ച് കുടുംബത്തിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയിൽ ചിലപ്പോൾ നമ്മളത് ചോദിക്കുന്നുണ്ടാവില്ല, അവർ തരുമെന്ന് വിചാരിക്കണം, പക്ഷെ അവരതിനത്ര സീരിയസ് ആക്കി എടുത്തിട്ടുണ്ടാവില്ല. ചെറിയൊരു എമൗണ്ട് അല്ലേ. പക്ഷെ വിഷമിക്കണ്ട, അന്നത്തെ ദിവസം അള്ളാഹു ഒരു തുള്ളി നീതി പോലും നഷ്ടപ്പെടുത്തൂല ആർക്കും. എന്താണോ നമ്മൾ കടന്നുപോയത്, എന്താണോ നമ്മൾ ചെയ്തത്, എന്താണോ നമുക്ക് നഷ്ടപ്പെട്ടത്, അതിനെ നമുക്ക് പകരം തരും, നമുക്ക് നൽകാം. നമുക്ക് തിരിച്ചു തരാത്തവർക്ക് അവരും എന്താണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. നമ്മൾ അവർക്ക് പുറത്തു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെ. നമ്മൾ പുറത്തു കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. സുബ്ഹാനല്ലാഹ്. നമ്മൾ പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതാണ് ഏറ്റവും ബെസ്റ്റ്. സുബ്ഹാനല്ലാഹ്. നമുക്കും ഏറ്റവും ബെസ്റ്റ് അതാണ്. അപ്പം നമ്മൾ ഓരോ ദിവസവും കടം കൊടുത്തതുപോലെയാണ് നമുക്ക് അങ്ങനെ നമ്മൾ പുറത്തു കൊടുത്താൽ അല്ലെ. വഹും ലാ യുദ്ലമോൻ. അത് തന്ന് നമ്മൾക്ക് ഒരു അനീതിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെതിരെ ചെയ്യൂല. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും നമുക്ക് റീകോമ്പൻസ് അല്ലെങ്കിൽ പ്രതിഫലം അന്ന് കിട്ടും. മാ കസബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഏൺ ചെയ്തത്, നമ്മൾ സമ്പാദിച്ചതെല്ലാം അല്ലെ. കസ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ നേടിയോ അതെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അയാൾ എന്തെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു അമലിലൂടെ, ഒരു പ്രവൃത്തിയിലൂടെ നേടിയത് എന്തും. അമൽ എന്ന് പറയുന്നത് അയാളുടെ കൈകൊണ്ടോ കാലുകൊണ്ടോ ചെയ്തതാവാം അല്ലെ, ഫിസിക്കലായിട്ട് ചെയ്തതാവാം, മനസ്സുകൊണ്ട് ബ്രെയിൻ കൊണ്ട് ചെയ്തതാവാം അല്ലെ. എന്ത് തരത്തിലുള്ള എഫേർട്ട് അയാൾ ഇട്ട് കഴിഞ്ഞാലും അതിന് ഒരു പ്രതിഫലം അന്നുണ്ടാവും. മാ കസബത്തിൽ എന്തും അയാൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും വരും, അയാൾ നേടിയ എല്ലാ സമ്പാദ്യങ്ങളും വരും, അയാൾ കൊടുത്ത എല്ലാ സദഖകളും വരും, അയാളുടെ ആ കുട്ടികളെ അയാൾ ഇങ്ങനെ വളർത്തിയത്, അയാൾ നേടിയ അറിവ്, ആ അറിവ് അയാൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത്, ആ അറിവ് അയാൾ ഇങ്ങനെ പഠിപ്പിച്ച്, അറിവ് അയാൾ ഇങ്ങനെ ഉപയോഗിച്ച്, അങ്ങനെ എല്ലാം ഒരാളുടെ ജീവിതത്തിൽ അയാൾക്ക് സമ്പാദിച്ചതായ, ചെലവഴിച്ചതായ എല്ലാ കാര്യങ്ങളും, ചെയ്തതായ എല്ലാ കർമ്മങ്ങളും ഈ മാ കസബത്തിൽ വരും. വഹും ലാ യുദ്ലമൂൻ. അന്ന് ഒരു അനീതി ഉണ്ടാവില്ല. കാരണം അള്ളാഹു കംപ്ലീറ്റ് ആയിട്ടുള്ള നീതിമാനാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ആയത്തിനെ കുറിച്ച് ഒരു അഭിപ്രായത്തിൽ പറയുന്നുണ്ട്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കപ്പെട്ട ലാസ്റ്റ് ആയത്താണെന്ന്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഒരു അഭിപ്രായ പ്രകാരമാണ് കേട്ടോ. ഈ ഒരു ആയത്തിന് ശേഷം 7 ദിവസം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് ഒരാഴ്ചക്ക് ശേഷം, 7 ദിവസത്തിന് ശേഷം. ഒന്ന് ആലോചിച്ച് നോക്കിയാ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാണിംഗ് ആണ് ഇതിനകത്തുള്ളത് അല്ലെ. ആ ഒരു ദിവസം അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആ ഒരു ദിവസത്തെ നിങ്ങൾ ശരിക്കും ഭയപ്പെടും. ശരിക്കും ഈ ഒരു ആയത്ത് നോക്കുമ്പോൾ നമ്മൾ കുറേ കേട്ടിട്ടുള്ള അല്ലെ, ഖുറാനിൽ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുള്ള, നമ്മൾ വെറുതെ ഈസി ആയിട്ട് നാവ് കൊണ്ട് ഓതി പോകുന്ന ഒരു ആയത്താണ്. പക്ഷെ അതികഠിനമായിട്ടുള്ള ഒരു വാണിംഗ് ഇതിനകത്തുണ്ട് അല്ലെ. നിങ്ങൾക്ക് അള്ളാഹിനെ എന്തായാലും ഫേസ് ചെയ്യണം. നിങ്ങൾക്ക് അത് വേണോ വേണ്ടേ, നിങ്ങൾ അതിന് റെഡിയാണോ അല്ലേ, നിങ്ങൾക്ക് അതിന് ധൈര്യം ഉണ്ടോ അല്ലേ, നിങ്ങൾ അതിൽ നിന്ന് ഓടി ഒളിക്കണമെന്ന് വിചാരിച്ചാലും ഇല്ലെങ്കിലും ആ ഒരു ദിവസം എന്ന് പറയുന്നത് അത് ഉറപ്പാണ്. ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അതിനെ നിങ്ങൾ ഭയപ്പെടണം, സൂക്ഷിക്കണം, കെയർഫുൾ ആകണം. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എടുക്കുന്ന ഓരോ ശ്വാസങ്ങളും, ഓരോ അനക്കങ്ങളും, ഓരോ തീരുമാനങ്ങളും നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കണം. സുബ്ഹാനല്ലാഹ്. എന്ത് നമ്മൾ നേടി, എന്ത് നമുക്ക് അവിടെ കിട്ടും. സുബ്ഹാനല്ലാഹ്. ആർക്കും അനീതി നൽകപ്പെടുകയില്ല. ഒറ്റ മിനിറ്റ് നിങ്ങളുടെ കയ്യിൽ പേനയും പേപ്പറും ഉള്ള ആൾക്കാർ എടുക്കുക, എന്നിട്ട് ഒന്ന് എഴുതുക. ഇനി എഴുതിയില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലെങ്കിലും വിചാരിക്കുക. ഓക്കെ, നമ്മള് ഭൂമിയിൽ ഇതുവരെ ജീവിച്ചതില് നാളെ മരിക്കാന്നായിരിക്കും, അള്ളാഹു കാക്കട്ടെ, അള്ളാന്റെ മുമ്പില് യൗമുൽ ഖിയാമയില് യെസ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് റബ്ബേ, ഓക്കെ ഇത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനുള്ള പ്രതിഫലം ഞാൻ അർഹിക്കുന്നുണ്ടെന്ന് പറയാൻ യോഗ്യതയുള്ള കാര്യങ്ങൾ
ഒന്ന് എഴുതി നോക്കുക. എഴുതാത്തവര് ചിന്തിച്ചു നോക്കുക. എത്ര ആ ഒരു മിനിറ്റിനുള്ളിൽ എത്ര കാര്യങ്ങളുണ്ട് അള്ളാന്റെ മുമ്പിൽ, യെസ് ഇത് നീ എടുത്തിട്ട് എനിക്ക് അതിനുള്ള പ്രതിഫലം എന്താ, അതിനുള്ള രീതിയിൽ ഞാൻ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ. ഈ ഒരു പ്രവർത്തനം കണ്ടിട്ട് നീ എനിക്ക് പുറത്തു തരും, അത്രയും ക്വാളിറ്റിയുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഒരു അമല് തന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ നീ പുറത്തു തരും, നീ ഇതുകൊണ്ട് എനിക്ക് സ്വർഗം തരുന്ന എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. എഴുതാൻ പറ്റുന്നവർ എഴുതി എന്ന് വിചാരിക്കുന്നു, ചിന്തിക്കാൻ പറ്റുന്നവർ ചിന്തിച്ചു എന്നും വിചാരിക്കുന്നു. നമുക്കറിയാം ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസബു, അല്ലെ? നമ്മളെ ഇതിന് ഹിസാബിന് വിളിക്കുന്നതിന് മുമ്പ് നമ്മളെ സ്വയം വിചാരണ ചെയ്യണം, അല്ലെ? ഒരു മിനിറ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് ഒന്ന് സൈലന്റ് ആക്കി നമ്മൾ എഴുതാൻ നോക്കുമ്പോൾ ശരിക്കും ഇപ്പൊ നമ്മൾ റിലാക്സ്ഡ് ആണ്. വേണമെങ്കിൽ നമുക്ക് ചിന്തിച്ച് ഫോക്കസ് ഒക്കെ എഴുതിയിട്ട് ചെയ്യാം, അല്ലെ? പക്ഷെ ഈ നിപ്പ് അള്ളാന്റെ മുമ്പിലാണെങ്കിൽ നമുക്ക് ഇത്ര റിലാക്സേഷൻ ഒന്നും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു കാര്യം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് പറ്റും തോന്നുന്നുണ്ടോ? ഇപ്പം ഒരു പക്ഷെ നമുക്ക് അത് ഓർക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ എഴുതാൻ പറ്റാത്തത് നമ്മൾ പറയത്തക്കത് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെ? സുബ്ഹാനല്ലാഹ്. ഇത് ശരിക്കും ഒരു റിയാലിറ്റി ചെക്കാണ്. നമ്മൾ നമ്മളോട് തന്നെ പറയുന്നത് സുബ്ഹാനല്ലാഹ് ഞാൻ ഓക്കെ ആയിരിക്കും, അല്ലെ? യൗമുൽ ഖിയാമയിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അള്ളാഹ് എനിക്ക് പുറത്തു തരും, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, അല്ലെ? ഞാൻ ഹിജാബ് പ്രോപ്പറായിട്ട് ധരിക്കുന്നുണ്ട്, ഞാൻ പഠിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ഭയങ്കര വലിയ എന്തെങ്കിലും അക്കംപ്ലിഷ്മെന്റ് ആണോ? വലിയ എന്തെങ്കിലും അച്ചീവ്മെന്റ് ആണോ? അതൊരു ആവറേജ് ആയിട്ടുള്ള, അല്ലെ? തൂക്കി നോക്കിയ ചെറിയൊരു കാനമൊക്കെ കിട്ടുന്ന എന്നാൽ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത കാര്യങ്ങളാണോ? നമ്മൾ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും നമ്മളുടെ മേലുള്ള ബാധ്യതകളാണ്, ഒബ്ലിഗേഷൻസ് ആണ്, അല്ലെ? നമ്മൾ എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തു പോണത്, അല്ലെ? അതിന്റെ മേലെ എക്സ്ട്രാ ആയിട്ട് അള്ളാഹുവിന് കൂടുതൽ തൃപ്തി വരുന്ന, ഒരുപാട് വെയിറ്റ് വരുന്ന, ക്വാളിറ്റിയോട് കൂടിയുള്ള, ഹൃദയമുള്ള എന്തെങ്കിലും നമുക്ക് ഇപ്പം എഴുതാൻ ഒരു കാര്യം എനിക്കോ നിങ്ങൾക്കോ അതിന്റെ ബേസിസിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പുറത്തു തരുന്നു പ്രതീക്ഷിക്കാൻ, അതിന്റെ ബേസിസിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സ്വർഗം തരുന്നു പ്രതീക്ഷിക്കാൻ നമ്മളിപ്പോഴും വിചാരിക്കുന്നുണ്ട് നാളെ നാളെ ഞാൻ നന്നാവും, നാളെ ഞാൻ ചെയ്യുന്നല്ലേ. ഇമാം ബുഖാരി റഹിമഹുല്ലാ, അദ്ദേഹം നമുക്കറിയാം വർഷങ്ങളോളം ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? അദ്ദേഹത്തിന്റെ അവസ്ഥകളൊക്കെ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം അല്ലെങ്കിൽ താമസത്തിനൊന്നും സൗകര്യം ഇല്ലാണ്ട് പള്ളിയുടെ പിന്നിലൊക്കെ താമസിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും കാണുമ്പോൾ അദ്ദേഹത്തിന് വിശപ്പാണെന്ന് മനസ്സിലാക്കിയിട്ട് ഭക്ഷണം തരപ്പെടുത്തി കൊടുത്ത കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ വർഷങ്ങളോളം പ്രയാസപ്പെട്ട് ഹദീസുകൾ പഠിച്ച് ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലേക്ക് യാത്ര ചെയ്ത്, ഒരു പണ്ഡിതനിൽ നിന്ന് വേറൊരു പണ്ഡിതനിലേക്ക് യാത്ര ചെയ്ത് ഹദീസുകൾ പഠിച്ച് അത് മെമ്മറൈസ് ചെയ്ത്, ശരിക്കും അന്നൊക്കെ മെമ്മറൈസേഷൻ ഭയങ്കര ആവശ്യമായിരുന്നു, കാരണം എഴുതപ്പെട്ടിട്ടില്ല, അല്ലെ? പലതും കമ്പൈൽഡ് അല്ല. അപ്പൊ അത് ഫുൾ പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അതിനെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിന്റെ ചെയിനുകൾ, അല്ലെ? കാരണം ഹദീസുകളുടെ ഇസ്നാദുകൾ ബ്രോക്കൺ ആണെങ്കിൽ അത് എടുക്കാൻ പറ്റില്ല, അത് സഹീഹ് അല്ലെങ്കിൽ അത് എടുക്കാൻ പറ്റില്ല. എന്നിട്ട് അത് പഠിപ്പിച്ച് അത് എഴുതി വെച്ച് വർഷങ്ങൾ എടുത്തിട്ട് അവസാനം ഇതൊരു ബുക്കാക്കണം അല്ലെങ്കിൽ ഒരു കമ്പൈൽ ചെയ്ത് എഴുതി വെക്കണം, ഏറ്റവും ബെസ്റ്റ് അതിനകത്ത് ഈ കളക്ട് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും പ്യുവർ ആയിട്ടുള്ള, ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ളത് എഴുതി വെക്കണം എന്ന് തീരുമാനിച്ചു. ഇത് തീരുമാനിച്ചിട്ട് അത് എഴുതുന്ന സമയത്തും അദ്ദേഹം ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഓരോ ഹദീസ് എഴുതുന്നതിന് മുമ്പും ഓരോ ചാപ്റ്ററിന്റെ ഹെഡിങ് എഴുതുന്നതിന് മുമ്പും അദ്ദേഹം 2 റക്അത്ത് ഇസ്തിഖാറ നിസ്കരിക്കുമായിരുന്നു. അല്ലാഹുവേ ഇത് ഖൈറാണെങ്കിൽ, ഇത് നല്ലതാണെങ്കിൽ ഇത് ചെയ്യാനുള്ള തൗഫീഖ് നീ എനിക്ക് താ, അല്ലെ? ഖൈർ അല്ലെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് ചെയ്യാനുള്ള. അദ്ദേഹം ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞത്, ഈ ബുക്ക്, ഈ കമ്പൈലേഷൻ, ഈ സഹീഹ് ബുഖാരി എന്ന് പറയുന്ന ഈ ഒരു കമ്പൈലേഷൻ ആണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഹുജ്ജ ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇമാം ബുഖാരിയുടെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത മറ്റു കാര്യങ്ങളെല്ലാം നമ്മളൊക്കെ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ, ഈ ഹദീസ് പഠിക്കാൻ വേണ്ടി ഓടിയതും പഠിച്ചതും ചെയ്തതും ഒക്കെ നമ്മളൊക്കെ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് തനം തൂങ്ങുന്ന കാര്യങ്ങളല്ലേ. എന്നിട്ട് അദ്ദേഹം പറയണേ, ഈ ഗ്രന്ഥം എഴുതിയ ഈ ഒരു കാര്യമാണ് യൗമുൽ ഖിയാമയിൽ എനിക്കുള്ള ഒരു ഹുജ്ജയായിട്ട് ഞാൻ കരുതുന്നത്. ഇതിന്റെ ബേസിസിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാട്ടോ പറഞ്ഞത്, എനിക്ക് ഉറപ്പാണെന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് അറിയാമെന്നല്ല പറഞ്ഞത്, ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തന്നേക്കാം. നമ്മള് വളരെ കഷ്ടപ്പെട്ടിട്ട് 5 നേരത്തെ നിസ്കാരം ഒബ്ലിഗേഷൻ ആയതുകൊണ്ട് തള്ളി നീക്കുന്നവരല്ലേ. ഇനി അതിന്റെ പുറമെ സുന്നത്തുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെ, ചെയ്ത് തള്ളി നീക്കുന്നവരാ.
സക്കാത്തൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല, കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല അല്ലെ. സ്വതക്കകൾ കുറേ ആവശ്യങ്ങൾ നമ്മളെ മുന്നിൽ വരുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒന്നോ രണ്ടോ, എന്നിട്ട് നമ്മൾ വിചാരിക്കണം എല്ലാം ഓക്കെ ആണ് അല്ലെ, യൗമുൽ ഖിയാമയിലേക്ക് അങ്ങോട്ട് ചെന്നാ മതി. നമ്മൾ ശരിക്കും സിൻസിയർ ആവണം. നമ്മൾ ശരിക്കും സത്യസന്ധമായിട്ട് നമ്മൾ നമ്മളടുത്ത് തന്നെ ചോദിക്കണം. ഈ സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത്ത് എന്നുള്ള ആ ഒരു വാക്കിന് എത്ര കനമുണ്ട്. നമ്മൾ വളരെ ലാഘവത്തോടു കൂടി ഓതി വിടുന്ന ഒരായത്തായേക്കാം ഇത്. പൊതുവെ ഇങ്ങനെയുള്ള ആയത്തുകൾ ഖുർആനിൽ എല്ലാ സ്ഥലത്തും വരുന്നത് കൊണ്ട് വത്തഖൂ യൗമനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വളരെ ലൈറ്റാണ് നാവിന്. ശരിക്കും സൂറത്ത് ഹഷറിലെ ആയത്ത് നമുക്ക് ഓർമ്മ വരേണ്ട ആയത്തുകളാണ് ഇതൊക്കെ അല്ലെ. മല പൊടിഞ്ഞു പോയത് എന്തുകൊണ്ടാണെന്ന് സുബ്ഹാനല്ലാഹ്. ഇത്രയും വർഷങ്ങൾ നമ്മൾ ജീവിച്ചിട്ട് ഇവിടെയുള്ള എല്ലാവരും ഒരു പക്ഷെ 20ന്റെ മേലെ വർഷങ്ങളെങ്കിലും ജീവിച്ചു വരുന്നവരായിരിക്കും ഈ ക്ലാസ്സുകൾ കേൾക്കുന്നത് അല്ലെ. നമ്മുടെ അടുത്ത് ഒരു കർമ്മം പോലും ആ ക്വാളിറ്റിയോട് കൂടി എടുക്കാനില്ല. നമ്മൾ ചെയ്യുന്നത് അത്രയും നമ്മളെ വില നിർബന്ധമുള്ള കാര്യങ്ങൾ മാത്രമാണ് അല്ലെ, സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ നിർബന്ധമാക്കിയ കാര്യങ്ങൾ മാത്രം. അപ്പം മാക്സബത്ത് എന്ന് പറയുമ്പോൾ അതിനിപ്പുറത്തൊരു വശം കൂടെ ഉണ്ട്. നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികൾ മാത്രമല്ല, അതിനകത്ത് നമ്മുടെ തിന്മകളും കൂടെ വരുന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ ചെയ്ത തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അതോടുകൂടി എന്റെ കാര്യം തീർന്നു എന്ന് ഉറപ്പുള്ള തിന്മകളെ കുറിച്ചൊന്ന് നിങ്ങൾ എഴുതി നോക്കിയേ. അതിന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോ ഇന്ന് നേരം വെളുത്തിട്ട് ഈ സമയത്തിനുള്ളിൽ എഴുതുന്നത് തന്നെ ഉണ്ടാവില്ല ഒരു പേജ് നിറയാൻ. സുബ്ഹാനല്ലാഹ്. പേപ്പറൊന്നും നമ്മൾ ആരെയും കാണിക്കൊന്നും വേണ്ട. നമ്മൾ ചെയ്ത തെറ്റുകളല്ലേ, അതുകൊണ്ട് അള്ളാന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പാ കഴിഞ്ഞു. പിന്നെ അതിനപ്പുറത്തൊരു വിചാരണന്റെ പോലും ആവശ്യം ഉണ്ടാവില്ല. ഈ ഒരു കാര്യം പറഞ്ഞാൽ മതി. നമ്മളതിൽ ഉത്തരം ഉണ്ടാവില്ല അല്ലെ. ഹസ്ബന്ദല സൂറത്ത് മുജാദിലയിൽ പറയുന്നുണ്ട് 6ാമത്തെ ആയത്തില് അഹ്സാഹുല്ലാഹു വനസൂഹ്. അഹ്സാഹുല്ലാ, അള്ളാഹ് കണക്കെടുത്തിട്ടുണ്ട് അല്ലെ. അള്ളാഹ് എണ്ണി വെച്ചിട്ടുണ്ട് എന്ത് അവര് ചെയ്ത ഓരോ കർമ്മങ്ങളും. വനസൂഹ്, പക്ഷെ മനുഷ്യന്മാരോ മറന്നു പോവാത്. നമ്മൾ മറന്നു പോയിട്ടുണ്ട് പലതും. നമുക്ക് ചിലപ്പോൾ ഒരാഴ്ച മുമ്പ് ചെയ്ത നമ്മളുടെ തിന്മകൾ ചോദിച്ചാൽ നമുക്ക് അറിയൂല അല്ലെ. നമ്മൾ എത്ര നമസ്കാരങ്ങൾ ഒരു പക്ഷെ മിസ്സാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. എത്ര ഫജറുകൾ നമ്മൾ ഉറങ്ങിപ്പോയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. എത്ര പ്രാവശ്യം നമ്മൾ നമ്മുടെ നാവ് പരദൂഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയൂല. എത്ര പ്രാവശ്യം നമ്മൾ ഒരു മനുഷ്യനോട് നന്ദി കാര്യം ചെയ്തതിന് നന്ദി കാണിക്കാൻ മറന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എത്ര സ്വതക്കകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കാരണം നമുക്കിതൊന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല. നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നത് നാളെ യൗമുൽ ഖിയാമയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പുലികളായിരിക്കുന്ന. ഇങ്ങനെ നമ്മൾ ഇതൊക്കെ ലൈറ്റാക്കി എടുത്തതിന്റെ പേരിൽ ഒന്ന് കഴിഞ്ഞ നമ്മൾ തെറ്റുകളിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന ഖുർആനെ ഇത്രയെങ്കിലും ആഴത്തിൽ മനസ്സിലാക്കാൻ തൗഫീഖ് കിട്ടിയ കൗമായ നമ്മളുടെ കാര്യമാണ് ഈ പറയുന്നത് അല്ലെ. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരഭിപ്രായങ്ങളുണ്ടോ? അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾക്കൊക്കെ നാളെ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും പറയാനുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നതാണോ ഇത്? സുബ്ഹാനല്ലാഹ്. നമ്മൾ ശരിക്കും നമ്മളെ തെറ്റുകളെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് ചെയ്യൂലല്ലേ. നമ്മൾ സീരിയസ് ആക്കി എടുക്കുന്നത് അൽഹംദുലില്ലാഹ് നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന സീരിയസ് ആക്കി എടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അല്ലെ. അത് ഓരോന്നും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബിന്റെ സഹായം തേടിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിൽ തെറ്റുകൾ വരുത്തുമ്പോൾ തൗബ ചെയ്ത് മടങ്ങുന്നതിന് അൽഹംദുലില്ലാഹ് ശരിക്കും ഭയങ്കര സിമ്പിളാണ്. ടിപ്സ് എന്ന് പറയാൻ ഇതേ ഉള്ളൂ. നമ്മൾ അള്ളാന്റെ കൽപ്പന നമ്മളിലേക്ക് എത്തുമ്പം, അറിവ് നമ്മളിലേക്ക് എത്തുമ്പം അതിനെ സീരിയസ് ആക്കി എടുക്കുക, ആക്സെപ്റ്റ് ചെയ്യുക, മാറാൻ വേണ്ടി തീരുമാനം എടുക്കുക, ശ്രമിക്കുക, റബ്ബിന്റെ അടുത്ത് സഹായം തേടുക, പാളിപ്പോകുമ്പോൾ തൗബ ചെയ്ത് മടങ്ങുക, വീണ്ടും ശ്രമിക്കുക. അത്രയേ ഉള്ളൂ ജീവിതം. അള്ളാന്റെ അടുത്ത് സഹായം തേടുക, ശ്രമിക്കുക, അള്ളാഹു പഠിപ്പിച്ചു തരും. പക്ഷെ നമ്മൾ ഇപ്പുറത്ത് കുറെ ഉണ്ടാക്കുന്നുണ്ട്. പഠിച്ച് നമ്മൾ ഉണ്ടാക്കി കൂട്ടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഒരു ക്വാളിറ്റി ഉള്ളത് പോലും നമുക്ക് കൊണ്ടുപോകാനില്ല അല്ലെ. നമ്മൾ ഒന്നിനെയും സീരിയസ് ആക്കി എടുക്കുന്നില്ല. നമുക്ക് കുറെ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്ന തിരക്കിലാണ് നമ്മള്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഇത് ഓരോന്നും സീരിയസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ, ഓരോ തിന്മകളെയും സീരിയസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ, അതിനു വേണ്ടി അള്ളാന്റെ അടുത്ത് നിരന്തരം സഹായത്തിന് വേണ്ടി തേടിക്കൊണ്ടിരുന്നാൽ നമ്മൾ പിന്നെ ചെയ്യുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കും. ആ നന്മ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ റബ്ബിന്റെ അടുത്ത് സ്ഥിരമായിട്ട് സഹായം തേടിക്കൊണ്ടിരുന്ന അള്ളാഹു സഹായിക്കും. എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്,
പറ്റും. നമ്മളൊക്കെ ജീവിതം കൊണ്ട് അൽഹംദുലില്ലാ പല കാര്യങ്ങളും വളരെ ചെറിയ തോതിലെങ്കിലും അതൊക്കെ തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു പരിധിയിലപ്പുറം എഫേർട്ട് ഇടാനൊന്നും നമ്മൾ തയ്യാറല്ല അല്ലെ. ഇമാം ബുഖാരിയൊക്കെ ചെയ്യുന്നത് അവരങ്ങോട്ട് ചെയ്തോട്ടെ, എന്നെ കൊണ്ടതൊന്നും ചെയ്യാൻ പറ്റൂല ഒരു മോഡാണ് നമുക്ക് ഇപ്പോഴും. നമുക്ക് അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് വേറെ പലതും ഉണ്ട് അല്ലെ. നമ്മളെ നഫ്സുകൾ കുടുങ്ങി കിടക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. അള്ളാഹു പറയുന്നുണ്ട് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, ഓരോ നഫ്സിനും അത് സമ്പാദിച്ചത് പരിപൂർണമായിട്ട് തുവഫ നൽകപ്പെടും. ഹെവിയാണ് ഈ ആയത്ത്. ഈ ആയത്തൊന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ കുറെ ആലോചിക്കണം. വഹും ലാ യുദ്ലമൂൻ, ഒരു വ്യക്തിനോടും അള്ളാഹു അനീതി ചെയ്യൂല. പെർഫെക്റ്റ് ജസ്റ്റിസ് ഉള്ള ദിവസമാണത്. നമ്മളിപ്പം എഴുതാൻ പറഞ്ഞ ഈ ലിസ്റ്റുകൾ നമുക്ക് അള്ളാഹിന്റെ അടുത്ത് മുമ്പിൽ കൊണ്ട് കാണിക്കാനുള്ള നന്മകളും അള്ളാഹിന്റെ അടുത്ത് നമ്മൾ തകർന്നു പോകുന്ന നമ്മളുടെ തിന്മകളും ഒരിക്കലും നമ്മളെ സാഡ് ആക്കാനോ ഡിപ്രസ്ഡ് ആക്കാനോ അല്ലെങ്കിൽ അള്ളാഹ് എന്താവും വിചാരിച്ച് ബേജാറാവാനോ ഉള്ളതല്ല. പക്ഷേ ഇത് റിമൈൻഡറാണ്. പാപമോചനം വർദ്ധിപ്പിക്കണം, തൗബ വർദ്ധിപ്പിക്കണം. ഓരോരോ തെറ്റുകളും എടുത്തെടുത്തെടുത്ത് പറഞ്ഞ് നമ്മൾ ചെയ്യണം. ഞാനും നിങ്ങളും ചെയ്യണം. നമ്മൾ കൂടുതൽ കർമ്മങ്ങൾ ചെയ്യണം, കൂടുതൽ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. നമ്മുടെ സമയവും സമ്പത്തും ആരോഗ്യവും ഒട്ടും സമയം കളയാതെ നമ്മൾ ചെയ്യണം. നമുക്ക് കൂടുതൽ അധ്വാനിക്കണം, നിർബന്ധമാണ്. അധ്വാനിക്കാനുള്ള സ്കോപ്പ് ഇഷ്ടം പോലെ നമുക്ക് ചുറ്റുമുണ്ട്. സുബ്ഹാനല്ലാഹ്, കൂടുതൽ നമ്മൾ ചെയ്യണം. കൂടുതൽ ആക്ഷൻസ് വേണം നമ്മളടുത്ത് നിന്ന്. അത് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് നമ്മൾ ഓർത്ത് കഴിഞ്ഞാൽ, അത് ഓർത്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വിജയിച്ചേക്കാം അല്ലെ. വിജയിച്ചേക്കാം. കാരണം നമ്മൾ ഇമാം ബുഖാരി പറഞ്ഞത് നമ്മൾ കണ്ടുല്ലേ, ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ടും ഐ ഹോപ്പ് അല്ലെ, ഞാൻ പ്രതീക്ഷിക്കുന്നു, അതേപോലെ നമ്മൾ വിജയിച്ചേക്കാം. സുബ്ഹാനല്ലാഹ്. കാരണം നമുക്ക് പലതും മറന്നു പോവും, അള്ളാഹ്ക്ക് എല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ നമ്മൾ ഇതിനൊക്കെ വളരെ ലൈറ്റാക്കി എടുത്ത് കേട്ടത് അപ്പം മറന്നു പോയാൽ സുബ്ഹാനല്ലാഹ് രക്ഷപ്പെടും നമുക്ക് തോന്നുന്നുണ്ടോ? അതിനാണ് നമ്മൾ ഈ ഇൽം ടു അമൽ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടതന്നെ പിന്നെയും പിന്നെയും കേൾപ്പിച്ച്, ചിന്തിച്ചതന്നെ പിന്നെയും പിന്നെയും ചിന്തിച്ച്, ചെയ്യാൻ ഉള്ളതൊക്കെ വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതാനും അല്ലെ, ജേർണൽ എഴുതാനും, തൗബ ചെയ്യേണ്ടടുത്ത് വീണ്ടും വീണ്ടും തൗബ ചെയ്യേണ്ടടുത്ത് തൗബ ചെയ്യാനും, തിരുത്തേണ്ടത് എഴുതി വെച്ച് തിരുത്താനും, ദുആ ചെയ്യാനും ഒക്കെ പറയുന്നത് ഖുർആനിലൂടെ വീണ്ടും 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 നമ്മൾ പോയേ മതിയാവും. നമ്മൾ ഖുർആൻ ഒരുപാട് ഓതി മാത്രം എണ്ണം കൂട്ടുന്ന ആൾക്കാരായ പോരാ. ഓത്ത് നിർബന്ധം തന്നെയാണ്. അത് ഖുർആന്റെ ഹക്കുകളിൽ പെട്ടതാണ്. ഭംഗിയാക്കി ഓതണം, തജ്വീദോട് കൂടി ഓതണം, അതും ഖുർആന്റെ ഹക്കുകളിൽ പെട്ടത് തന്നെയാണ്. പക്ഷേ ഇതില്ലാതെ അത് മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടൂല. അതിനകത്ത് നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ മൈൻഡ് ആക്കാതെ ഓതാൻ മാത്രം പറഞ്ഞത് മാത്രം കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടൂല. അതുകൊണ്ട് ഖുർആനെ വീണ്ടും വീണ്ടും നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എന്താ ഖുർആനിൽ പറഞ്ഞതെന്ന് മനസ്സിലാക്കി ചിന്തിച്ച്, അത് ജീവിതത്തിൽ ഉണ്ടോന്ന് ചോദിച്ച്, ഇല്ലെങ്കിൽ അത് ജീവിതത്തിൽ വരുത്തി, തൗബ ചെയ്യേണ്ടടുത്ത് തൗബ ചെയ്ത്, മാറ്റം വരുത്തേണ്ടടുത്ത് മാറ്റം വരുത്തി നമ്മൾ ഖുർആനെ അപ്രോച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ ഖുർആനിലേക്ക് വീണ്ടും 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 റൗണ്ട് അടിക്കുന്ന ദൗറ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൗറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഫ്ള് പഠിച്ചവര് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓതൽ മാത്രമാണ് അല്ലെ. അത് അർത്ഥം എന്താണെന്ന് അറിയാതെ അല്ലെ, വാക്കുകൾ എന്താണെന്ന് അറിയാതെ റിപ്പീറ്റ് ചെയ്യൽ മാത്രമാണ് ദൗറ. പക്ഷെ നമ്മൾ ഖുർആനിലെ അർത്ഥത്തിലൂടെ തദബ്ബുറിലൂടെ വീണ്ടും വീണ്ടും ദൗറ ചെയ്ത് നമ്മളെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ണോടിച്ച് മാറ്റം വരുത്തേണ്ടടുത്ത് മാറ്റം വരുത്തി, തെറ്റുകൾ വരുത്തേണ്ടടുത്ത് തെറ്റുകൾ വന്നിടത്ത് തിരുത്തി, വീണ്ടും കറക്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയേ മതിയാവും. ഇത് സീരിയസ് ആക്കി എടുക്കുന്നതിന്റെ ലക്ഷണമാണത്. അങ്ങനെ സീരിയസ് ആക്കി എടുത്താലേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ അന്നത്തെ ദിവസം ഉള്ളൂള്ളൂ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് നമ്മൾ മടങ്ങുന്ന ദിവസം. കാരണം അന്ന് തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ അള്ളാഹു ഉറപ്പ് തന്ന ദിവസമാണ്. അതുകൊണ്ട് നമ്മളോട് അള്ളാഹു അനീതി ചെയ്യൂല എന്ന് പറയുന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മൾ ചെയ്ത തിന്മകൾക്കും അള്ളാഹു അനീതി ചെയ്യൂല എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ മറ്റുള്ളവരോട് ചെയ്ത പല കാര്യങ്ങളും ഉണ്ടാവും, സുബ്ഹാനല്ലാഹ്, അതിനും അള്ളാഹു അനീതി ചെയ്യൂല എന്ന് തന്നെയാണ് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ കുറേ ആയത്തുകൾ ഇവിടെ ഇങ്ങനെ കടന്നു പോയില്ലേ. അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതും ശൈത്താന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതും ഒക്കെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരെ മാർഗത്തിലാണോ ചെലവഴിക്കാൻ വേണ്ടി നിയത്ത് വെക്കുന്നത്, ആ മാർഗത്തിലേക്ക് അള്ളാഹു നമ്മളെ അടുപ്പിച്ചുകൊണ്ടിരിക്കും. ആ അടുപ്പിക്കൽ ശരിക്കും വൈബായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ ശൈത്താന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതുപോലത്തെ വേറെ പല വഴികളിലും അള്ളാഹു കൊണ്ടുവന്ന് എത്തിക്കും. സുബ്ഹാനല്ലാഹ്, നമ്മൾ അറിയ പോലും ഇല്ല. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മള് റിബായുടെ കുറെ ആയത്തുകൾ നമ്മൾ കണ്ടുല്ലേ. അതിന്റെ ഒരു ചെറിയ അംശം പോലും ഇസ്ലാമിലെ ആക്സെപ്റ്റബിളേ അല്ല, ഹറാമാണ്. പക്ഷേ നമ്മളെ ചുറ്റുപാടും ഭയങ്കര കോമൺ ആയി കഴിഞ്ഞു ഇതെല്ലാം.
റിബ എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. ഇന്നലെ ഏതൊരു ഗ്രൂപ്പിൽ ആരോ പറയുന്നത് കണ്ടു, വ്യഭിചരിക്കുന്നവരെയും കൊലപാതകികളെയും ഒക്കെ നമ്മളെ സമൂഹം വളരെ മോശപ്പെട്ടവരായിട്ടാണ് കാണുന്നത്, പക്ഷെ പലിശയിലുള്ള ആൾക്കാരെ വളരെ നോർമലായിട്ടാണ് കാണുന്നത് അല്ലേ. ആ ഒരു കോമണാലിറ്റി അത് വളരെ നോർമലായി മാറി. സുബ്ഹാനല്ലാഹ്, അതൊന്നും കുഴപ്പമില്ല അല്ലെ. എല്ലാരും ഇവൻ പള്ളിയില് വരുന്ന ആ പള്ളീന്റെ പ്രസിഡന്റിന് വരെ മൂപ്പര് വരെ അങ്ങനെയൊക്കെയാണ്. മൂപ്പര് വരെ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പൊ ഈ ഒരാൾ നന്നാവാൻ പോണം അല്ലെ. നമ്മളൊക്കെ ഒരു പക്ഷെ ഇത് വീട്ടിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പഠിച്ച പുതിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയുന്നു എല്ലാരും ചെയ്യുന്നുണ്ട്, പിന്നെ ഈ ഒരാൾ നന്നായിട്ടാ. സുബ്ഹാനല്ലാഹ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടുല്ലേ. ഒരു കാലം വരും ഒരു വ്യക്തി പോലും റിബയിൽ നിന്ന് സേഫ് അല്ലാതെ. എല്ലാവരും ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആയിട്ട് റിബയിൽ പെട്ടിരിക്കും. ഇനി അഥവാ പലിശ ഭക്ഷിക്കുന്നില്ലെങ്കിൽ അതിന്റെ ഇഫക്റ്റ് എങ്കിലും അവരുടെ മേലുണ്ടാവും. നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ, ഉദാഹരണ സഹിതം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം എത്രത്തോളം നമുക്ക് അകന്ന് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ അകന്ന് നിന്നേ മതിയാവും. ശരിക്കും ഇന്നത്തെ കാലത്ത് തിന്മ ചെയ്യലാണ് ഭയങ്കര ട്രെൻഡിങ് അല്ലെ. എല്ലാം ട്രെൻഡാണ്. മ്യൂസിക് ട്രെൻഡാണ്. സുബ്ഹാനല്ലാഹ്, റീൽസ് ട്രെൻഡാണ്. ഡ്രസ്സിങ് ആ ഒരു തെറ്റായ രീതിയിൽ ചെയ്യൽ ട്രെൻഡാണ്. അപ്പം എല്ലാം ഒരാൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ ഇങ്ങനെ ട്രെൻഡായിട്ട് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഹലാലായ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഒരു ട്രെൻഡ് നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, ആ ഒരു ട്രെൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സുബ്ഹാനല്ലാഹ്, ഈ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും അത് ചെയ്യൽ ഒരു ഹരമാണ് അല്ലേ. അപ്പൊ എന്തുകൊണ്ട് ശരിയായ ട്രെൻഡുകൾ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തുകൂടാ? നമ്മൾ എന്തുകൊണ്ടാ അറിയാ കാണിക്കാത്തത്? നമുക്ക് പേടിയാ, തുടങ്ങിയിട്ട് ഇനി എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിലോ അല്ലെ. പിന്നെ അങ്ങനെ അവർക്ക് വിഷമാവില്ലേ, അല്ലെങ്കിൽ ഇവർക്ക് വിഷമാവില്ല, അല്ലെങ്കിൽ അത് നടന്നില്ല. കാരണം ഇതിന്റെ ആ ഒരു ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനത്തെ എന്തൊരു കാര്യം സ്റ്റാർട്ടിങ്ങിൽ ഇത്തിരി പ്രയാസം ഉണ്ടാവും. അള്ളാഹ് തരും, അള്ളാഹ് ടെസ്റ്റ് ചെയ്യും നമ്മളെ ആ സ്റ്റാർട്ടിങ്ങിൽ. അപ്പം ആ ഫസയക്ഫീകഹുമുല്ലാ, എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് നമ്മൾ ഒരു 2-3 പ്രാവശ്യം ചിന്തിച്ചു കഴിയുമ്പോൾ അതങ്ങ് ഈസി ആവും. അങ്ങനെ ഓരോ ചാലഞ്ചസും നമ്മൾ ബ്രേക്ക് ചെയ്ത് കാണിക്കണം. ഓരോ തെറ്റുകളും നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓരോരുത്തരും വേറെ വേറെ തെറ്റുകളായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പലതും സമൂഹം കോമൺ ആയിട്ട് ശരിയായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമ്മൾ തിരുത്തി 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 കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അതിന്റെ ഒരു ട്രെൻഡ് നമുക്ക് സെറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് പ്രയാസം ഉണ്ടാവും, നല്ല പ്രയാസം ഉണ്ടാവും, നല്ല രീതിയിൽ അടികൾ കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. ഇബ്ലീസിന്റെ ആൾക്കാരെ മുഴുവൻ ഉപയോഗിച്ച് നമ്മളെ ചുറ്റുപാട് നിരത്തും നമുക്കെതിരെ. കുഴപ്പമില്ല, നമ്മൾ ആ ട്രെൻഡ് സെറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ശരിയുടെ ട്രെൻഡുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അങ്ങനെ അത് ശരിയാണ്, നടക്കുന്നുണ്ട് ട്ടോ എന്ന് തോന്നിക്കഴിയുമ്പം ആളുകൾ ചെയ്യും അത്. എല്ലാവർക്കും പേടിയാ. അപ്പൊ ആ പേടി ബ്രേക്ക് ചെയ്യേണ്ടത് നമ്മളിൽ നിന്നായിരിക്കണം അല്ലെ. സുബ്ഹാനല്ലാഹ്, ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇത് കുഴപ്പമില്ലല്ലോ, ചെയ്യാവല്ലോ എന്ന് തോന്നുന്നത് പോലെ ഒരാൾ ശരി ചെയ്ത് അത് ശരിയാക്കി കാണിച്ചു കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്കും ഒരു പക്ഷേ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ടാവും, ശരികൾ ചെയ്യാനാണല്ലോ. പക്ഷെ അതെങ്ങനെ തുടങ്ങും, എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്ന അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം പലരും അത് ചെയ്യാത്തത്. അപ്പൊ അത് പോസിബിൾ ആണ്, നമ്മൾ കാണിച്ചു കൊടുക്കണം അല്ലെ. നമ്മളല്ലാതെ പിന്നെ ആരാ നമ്മളൊക്കെ സമൂഹങ്ങളിൽ കാണിച്ചു കൊടുക്കാനുള്ളത്? സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ പല പ്രോബ്ലത്തിലും ഓൾറെഡി പെട്ടിരിക്കുന്നവരായിരിക്കും, പല തെറ്റുകളിലും ഓൾറെഡി കഴുത്തിങ്ങനെ കുരുങ്ങി കിടക്കുന്നവരായിരിക്കും, പല മെസ്സുകളിലും പെട്ടവരായിരിക്കും. പേടിക്കണ്ട, പ്രശ്നമാക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായം ഉണ്ടാവും. അള്ളാഹിനെ അനുസരിക്കാൻ അള്ളാഹ് തന്നെ സഹായിക്കും. സുബ്ഹാനല്ലാഹ്. കാരണം എവിടേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു വാണിംഗ് തന്നിട്ടുണ്ടോ അവിടേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല തൗബയ്ക്കുള്ള ഒരു അവസരം തന്നിട്ടുണ്ട് അല്ലേ. എവിടേക്ക് അള്ളാഹു ഇത് ശിക്ഷാർഹമാണെന്ന് പറഞ്ഞാൽ നമ്മളെ പിടിച്ചു കുലുക്കുമ്പോൾ അപ്പുറത്തേക്ക് അള്ളാഹു നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ചെയ്തു പോയ തെറ്റുകൾക്ക് നമുക്ക് തൗബയുണ്ട്, ശരികൾ ചെയ്യാൻ അള്ളാഹുവിന്റെ സഹായമുണ്ട്. ടെസ്റ്റുകൾ വരും, ടെസ്റ്റ് വരും എന്നാന്ന് വെച്ചിട്ട് ആരും ഒന്നിനും ഇറങ്ങി പുറപ്പെടണ്ട. ടെസ്റ്റ് വരും, സുബ്ഹാനല്ലാഹ്, എല്ലാ ഫീൽഡിലും ടെസ്റ്റ് വരട്ടെ. ആ ടെസ്റ്റിനെ ഓവർകം ചെയ്യൽ ഒരു എക്സ്പീരിയൻസ് അല്ലേ അല്ലെ. നമ്മൾ ആ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തൂടെ നമ്മുടെ ജീവിതം കൊണ്ട്. നമ്മുടെ ജീവിതമൊക്കെ എന്തെങ്കിലും പ്രയോജനപ്രദമാവട്ടെ എല്ലാവർക്കും അല്ലെ. ഇൻഷാ അല്ലാഹ്, അള്ളാഹു എളുപ്പാക്കട്ടെ എല്ലാവർക്കും. ആമീൻ. അപ്പം ആര് അള്ളാഹുവിനെ ഭയപ്പെടുന്നു, ആര് അള്ളാഹുവിനോട് തഖ്വ കാണിക്കുന്നു, അള്ളാഹു അവനൊരു വഴി കാണിച്ചു തരിക തന്നെ ചെയ്യും. ഇപ്പൊ ഞങ്ങളുടെ ടീച്ചർ ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറയായിരുന്നു, അവരുടെ ഉമ്മയുടെ അടുത്ത് ഒരു സിസ്റ്റർ വന്നിട്ട് ഇതുപോലെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണിത്, പലരും പറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് ഹസ്ബൻഡ് കേൾക്കുന്നില്ല, മൂപ്പര് എടുത്തതാണ്, എത്ര പറഞ്ഞാലും കേൾക്കൂല അല്ലെ. സുബ്ഹാനല്ലാഹ്, എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല എന്നുള്ള ഒരു ബേജാറാ. അപ്പം ടീച്ചറുടെ ഉമ്മ കൊടുത്ത മറുപടി, നീ നിന്റെ മനസ്സ് മേക്കപ്പ് ചെയ്യാം,
ഓക്കെ, നിന്റെ നീയത്ത് നീ ആത്മാർത്ഥമായിട്ട് ഇതിൽ നിന്ന്, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട് നീ ആത്മാർത്ഥമായിട്ട് നിന്റെ മനസ്സിനെ മാറ്റ്. അതോ ഇനിയിപ്പോ ഇത് എന്താക്കും, ഒന്നും നടക്കൂലല്ലോ, മൂപ്പര് ഇതിൽ പെട്ടുപോയല്ലോ എന്നല്ല വിചാരിക്കേണ്ടത്. എന്റെ റബ്ബിന് എന്നെ ഇതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും, എനിക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് വന്നേ മതിയാവും, അള്ളാന്റെ നിയമങ്ങൾ എനിക്ക് അനുസരിച്ചേ മതിയാവും എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് സീരിയസ് ആയിട്ട് തീരുമാനം എടുത്ത് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും, സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്, എനിക്കും നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും, അള്ളാഹു പുറത്ത് കൊണ്ടുവരും. അനുഭവം കൊണ്ട് പറയാം. എന്തെന്നാണെങ്കിലും നമുക്ക് എത്ര കോംപ്ലിക്കേറ്റഡ് ആണ്, അതിൽ നിന്ന് ഒരു തരത്തിലും പുറത്തേക്ക് വരാൻ പറ്റില്ല നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്റെ റബ്ബേ എനിക്ക് നിന്നെ അനുസരിക്കണം, നീ സഹായിക്കുന്നു, നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്ത് കൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ വളരെ നെയ്യിൽ നിന്ന് മുടി ഊരി എടുക്കുന്നത് പോലെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതിൽ നിന്ന് സൊല്യൂഷൻ അള്ളാഹ് കൊണ്ടുവരാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. പൊതുവേ ഈ പുരുഷന്മാർ ഇതുപോലെ ലോണിലെ കാര്യങ്ങളിലൊക്കെ പെട്ട് കിടക്കാനുള്ള ഒരു മെയിൻ റീസൺ, ഇപ്പൊ ഒരുപക്ഷെ ഇവിടെ കേൾക്കുന്ന കൗമായിരിക്കില്ല, പൊതുവെ നമുക്കറിയാം അല്ലെ, സ്ത്രീകൾക്ക് വലിയ വീട് വേണം, ആ വീട്ടിൽ ആ സൗകര്യം വേണം, വലിയ കാറ് വേണം, ഈ രീതിയിലുള്ള കാറ് വേണം. അതുപോലെ പെണ്ണുങ്ങളുടെ ആവശ്യങ്ങളുടെ പിന്നാലെ പോയാണ് പലപ്പോഴും പുരുഷന്മാരൊക്കെ എന്റെ കുടുംബത്തിന് ഇത് വേണമല്ലോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിനകത്ത് ചെന്ന് പെടാറ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒരു പക്ഷെ നമ്മളിപ്പം ഈ ഒരു ഡീൽ ചെയ്യുന്ന കൗമ അങ്ങനെ ആയിരിക്കില്ല, അൽഹംദുലില്ലാഹ്. പക്ഷെ അങ്ങനെ ഒരു വിഭാഗം അങ്ങനെയും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുല് തവക്കുൽ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ഓരോ വ്യക്തിക്കും, അത് ആര് കാരണമാണ് നമ്മൾ പെട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിലും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു വഴി കൊണ്ടുവന്ന് തരും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അല്ലെ, അള്ളാഹു അവനൊരു വഴി കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അതും മിൻ ഹൈസു ലാ യഹ്തസിബു വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, അല്ലെ, മിൻ ഹൈസു ലാ യഹ്തസിബു, അവൻ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന്. സുബ്ഹാനല്ലാഹ്, അല്ലെ, അതും ആര് അള്ളാഹുൽ തവക്കൽ ചെയ്യുന്നുവോ ഫഹുവ ഹസ്ബുഹു, അവന് അള്ളാഹ് തന്നെ മതി. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പലരും ഈ ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. അതും പലരുടെ കേസിലും അത് അവരെടുത്തതാവില്ല, ഭർത്താവോ കുട്ടികളോ അങ്ങനെയോ ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. എന്ത് ചെയ്യുന്ന അറിയില്ല. നിങ്ങൾ അള്ളാഹുവിന് തഖ്വ കാണിക്കുക, അള്ളാഹു പറഞ്ഞത് അനുസരിക്കുക, അള്ളാഹു പറഞ്ഞത് അനുസരിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുക, അതിനുവേണ്ടി ശ്രമിക്കുക. അള്ളാഹു എന്താക്കും, മഖ്റജ് എന്തായാലും കാണിച്ചു തരും. സുബ്ഹാനല്ലാഹ്. എന്തായാലും ഒരു ബെറ്റർ ഓപ്ഷൻ കാണിച്ചു തരും. പക്ഷെ നമ്മളുടെ മൈൻഡിനെ മേക്കപ്പ് ചെയ്യണം. പലപ്പോഴും അല്ലെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുമ്പോൾ, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു പുതിയതായിട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ പലരിടത്തും ചോദിക്കും അല്ലെ, ഈവൻ ബാങ്കുകളിൽ പോലും പോയിട്ട് നമ്മൾ ചോദിക്കും. ആർക്കും അത് അള്ളാന്റെ അടുത്ത് ചോദിക്കാറുണ്ട് അല്ലെ. അൽഹംദുലില്ലാഹ്, ഒരു പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. പക്ഷെ ഓരോ കാര്യങ്ങളും അള്ളാന്റെ അടുത്ത് കൺസൾട്ട് ചെയ്ത് അള്ളാന്റെ അടുത്ത് ചോദിച്ച് മറ്റുള്ളവരുടെ അടുത്ത് ചോദിക്കുന്നതിനേക്കാളും നമ്മൾ അള്ളാന്റെ അടുത്ത് ദുആ ചെയ്തിട്ട് അള്ളാഹ് നീ താ, അള്ളാഹ് നീ കാണിക്ക്, അള്ളാഹ് നീ പറഞ്ഞതാ, നീ ഹിദായത്ത് കാണിക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ, എനിക്ക് ഹലാലായിട്ട് ജീവിച്ചാൽ മതി, എനിക്ക് ഹലാലായ മാർഗങ്ങൾ മതി എന്ന് നമ്മൾ റബ്ബിന്റെ അടുത്ത് പറയുമ്പോൾ അള്ളാഹ് അത് കാണിച്ചു തരും. പക്ഷേ കാണിച്ചു തരാന്ന് പറയുന്നത് ഇന്ന് പറഞ്ഞ നാളെ അള്ളാഹ് പേപ്പറിൽ ഇത് എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ എഴുതി തരലല്ല. ആ ഒരു വഴിയിലേക്ക് എത്താൻ അതിന് അതിൻ്റെതായ സമയം ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, സാക്രിഫൈസ് വേണ്ടി വരും, ഒരുപാട് നമ്മൾ ചിലപ്പോൾ ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ ആ ഒരു വഴിയിലുള്ള ആ വഴിയിലൂടെയുള്ള യാത്രയിൽ നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ടും അള്ളാഹു വേസ്റ്റ് ആക്കൂല. അള്ളാഹു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തരും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈവൻ ഇപ്പൊ ലോണുകളിൽ പോലെ ഉള്ള പെട്ടുകിടക്കുന്ന ആളുകൾക്ക് ചിലപ്പം നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ടത് ഇത്ര അധികം ഇല്ലേ, എന്താ ചെയ്യാ, ഏതായാലും ഇതിനകത്ത് പെട്ട് ഇനി എന്താ ചെയ്യാന്ന് എനിക്ക് അറിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഈ എത്ര അധികവും റബ്ബിന് തുച്ഛമാണ് അല്ലെ. എത്ര അധികവും റബ്ബിന് തുച്ഛമാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ ആലോചിക്കുക, ഇപ്പം ഈ അടുത്തുള്ള 1-2 യാത്രകളിൽ ഇന്ത്യയിലെ പല സിറ്റികളിലും ഇങ്ങനെ അവിടുത്തെ ഡെവലപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, അതൊക്കെ പലതും ചെയ്തിട്ടുള്ളത് അമുസ്ലിം ആയിട്ടുള്ള വ്യക്തികളാണ്. ഇവരുടെ കയ്യിലൊക്കെയും പൈസ കിട്ടുന്നത് അർഹമുറഹിമനായ റബ്ബ് കൊടുത്തിട്ടാണ് അല്ലെ. എല്ലാ സമ്പത്തിന്റെയും സോഴ്സ് ഖജനാവ് അള്ളാണ്. അള്ളാഹ്ക്ക് അവർക്ക് കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് തന്നൂടാ അല്ലെ. അള്ളാഹ്ക്ക് അവർക്ക് ഇതുപോലെ എന്ത് കാര്യത്തിനും കൊടുക്കാമെങ്കിൽ അവനെ ആത്മാർത്ഥമായിട്ട് അനുസരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എനിക്ക് എന്റെ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് ഈ ലക്ഷ്യങ്ങൾ എന്തുകൊണ്ട് എനിക്ക് എന്റെ റബ്ബിന് തന്നൂടാ.
റബ്ബിന് തരാൻ പറ്റും. നമുക്ക് അത്രയും അങ്ങടെ ആ കാര്യത്തിൽ വിശ്വാസമില്ലേ, എന്താക്കും, പെട്ടുപോയി, ഇനി രക്ഷയില്ല, ഇനി വീണ്ടും വീണ്ടും എടുത്തേ. അത് നമ്മൾ വിചാരിക്കണം. നമുക്ക് റബ്ബിന്റെ വലിപ്പം അറിയില്ല, റബ്ബിന്റെ ഖജനാവിന്റെ ഖനം നമുക്ക് അറിയൂല. ഒന്ന് നമ്മളെ ചുറ്റുപാട് നോക്കിയാൽ മതി. ഇത്രയും ആളുകൾക്ക് ഇത്രയും സമ്പാദ്യവും ഇത്രയും സ്വത്തും ഇത്രയും കാര്യങ്ങളും ചെയ്യാൻ കഴിവ് കൊടുക്കുന്ന റബ്ബിന്, അവനെ അനുസരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എന്റെ ഹൃദയത്തിനെ സഹായിക്കാൻ, എന്റെ ജീവിതത്തിനെ സഹായിക്കാൻ, എന്റെ കടം വീട്ടാൻ റബ്ബിന് പറ്റൂലേ? പറ്റും. നമ്മൾ ആളുകൾക്ക് ചോദിക്കുന്നതിന്റെ പകുതി പോലും ഈ ഒരു ആളുകളോട് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുള്ള വിശ്വാസമുള്ളവരുടെ അടുത്താണ് നമ്മൾ ചോദിക്കും. എല്ലാവരുടെ അടുത്തും നമ്മൾ ചോദിക്കും ഇല്ല അല്ലെ? നമുക്ക് അങ്ങനെ എന്തെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ആൾക്കാരുടെ അടുത്തും ചോദിക്കും ഇല്ല. നമ്മൾ കിട്ടുന്ന ഏകദേശം ഉറപ്പുള്ള അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന ഉറപ്പുള്ള ആൾക്കാരുടെ അടുത്താണ് ചോദിക്കല്ലേ. അപ്പം അത് 250% ഉറപ്പുള്ള റബ്ബിന്റെ അടുത്ത് നമ്മൾ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ചോദിക്കലല്ല കാര്യം, ആ ചോദിക്കുന്നതിന്റെ പിന്നിലുള്ള നമ്മുടെ വികാരത്തിലാണ് കാര്യം, ആ തവക്കുലാണ് കാര്യം. ഉറപ്പാ എന്റെ റബ്ബ് തരും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ റബ്ബിന്റെ അടുത്ത് തന്നെ ചോദിച്ചാൽ മതി. റബ്ബ് ആളുകളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കും. നീ ഇന്ന ആൾക്കൊന്ന് കൊണ്ടേ കൊടുക്ക്, ഈ 10 ലക്ഷം നിന്റെ പൈസ അല്ലേ, നീ കൊണ്ടേ കൊടുക്ക് ഇന്ന് റബ്ബ് ഇട്ടുകൊടുക്കും. പക്ഷെ നമ്മൾ അള്ളാന്റെ അടുത്ത് ചോദിക്കുന്നതിനേക്കാളും ഏകദേശം തരുന്ന ഉറപ്പുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. ഉറപ്പായിട്ടും തരാൻ പറ്റുന്ന റബ്ബിന്റെ അടുത്ത് നമ്മൾ അങ്ങനെ അങ്ങോട്ട് നമ്മളൊരു ചടങ്ങാണ് അത് അല്ലെ, അള്ളാന്റെ അടുത്ത് ചോദിക്കല്. കാരണം അവിടെ നമ്മുടെ ഹൃദയം പലപ്പോഴും ഉണ്ടാവാറില്ല. എന്തോ ഇത് ചെയ്യണം, ദുആ ചെയ്യണം എന്നാണ് അല്ലെ, അള്ളാന്റെ അടുത്ത് ചോദിക്കണം എന്നാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഒരു ഉംറക്ക് കൊണ്ട് ഓരെ ഏൽപ്പിക്കട്ടെ, ഇവരുടെ അടുത്ത് പൈസ ഉണ്ട് ഇവരോട് ചോദിക്കട്ടെ. അതൊക്കെയാണ് നമ്മൾ ഉറച്ച വിശ്വാസത്തോടു കൂടി ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ റബ്ബ് ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരും, അല്ലെങ്കിൽ റബ്ബിനെ കൊണ്ട് അത് പറ്റും എന്ന് നമുക്ക് അത്രക്ക് അങ്ങോട്ട് ചിന്ത വരൂല. ശരിക്കും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ നമുക്ക് നമ്മളുടെ റബ്ബിനോടുള്ള ആറ്റിറ്റ്യൂഡിലാണ്. എന്റെ റബ്ബ് ഇന്നതാണ് എന്ന് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമ്മളെ പ്രശ്നം, അപ്പോൾ എനിക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇത് എന്റെ റബ്ബ് തന്നത്, എന്റെ റബ്ബ് സോൾവ് ചെയ്തോളും എന്നുള്ള വിശ്വാസത്തോടു കൂടി, എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ റബ്ബിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആ പ്രശ്നം സോൾവ് ആവുകയും ചെയ്യും. ആ പ്രശ്നത്തിന് പിന്നെ നമുക്ക് വേറൊരാളെ സമീപിക്കേണ്ട ആവശ്യം വരൂല. ഇനി ആ പ്രശ്നത്തിന് കുറച്ച് സമയം എടുത്താൽ പോലും അത് അത്രയും നമുക്ക് അതിനെ ഈസി ആയിട്ട് സമാധാനപരമായിട്ട് അതൊരു ഇബാദത്തായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് അള്ളാഹുവായിട്ടുള്ള കണക്ഷൻ, തവക്കുൽ, അള്ളാഹ് എന്താന്നുള്ളത് മനസ്സിലാക്കല്. എത്ര കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണെങ്കിലും ഇത് റബ്ബ് തന്നതാ, ഇതിന്റെ സൊല്യൂഷൻ റബ്ബിന്റെ അടുത്തല്ലാതെ വേറൊരാളടുത്തും ഇല്ല. 100 ആൾക്കാരുടെ അടുത്ത് പോയിട്ട് 50 രൂപ വെച്ച് കളക്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് അള്ളാന്റെ അടുത്ത് പോയിട്ട് 10 ലക്ഷം ഒന്നിച്ച് ചോദിക്കേണ്ടെന്നല്ല കേട്ടോ, ആൾക്കാരുടെ അടുത്ത് ചോദിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനകത്ത് സൊല്യൂഷൻ ഉണ്ട്. റബ്ബിലുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലും തവക്കുലിലും സൊല്യൂഷൻ ഉണ്ട്. അത് റബ്ബ് ആളുകളുടെ ഹൃദയത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളിലേക്ക് എത്തിക്കും. എത്ര വലിയ ലോൺ ആയിക്കോട്ടെ, എത്ര വലിയ കടായിക്കോട്ടെ. ഓക്കെ, അപ്പം ആ ഒരു നമ്മളെ മനസ്സ് മേക്കപ്പ് ചെയ്യുക. അള്ളാഹിനെ അനുസരിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്റെ റബ്ബിന്റെ സഹായത്തോടു കൂടി എനിക്കത് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ തെളിഞ്ഞാൽ മതി. പിന്നെ നമ്മൾ ഓരോ സാഹചര്യത്തിലും അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഉഷാറായിരിക്കും. പിന്നെ ശരിക്കും നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരാളോട് ഞാൻ എന്താ ചെയ്യണ്ടേ, ഇങ്ങനെ ആയിപ്പോയി അങ്ങനെ ആയിപ്പോയി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹ്ക്ക് അറിയുന്നതിനേക്കാളും വലുത് എന്താ ഈ മനുഷ്യന്മാർക്ക് അറിയാം? അള്ളാഹ്ക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാളും, എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാളും വലുതായിട്ട് ഈ നമ്മളെ ചുറ്റുപാടുള്ള അവരുടെ വീടിനകത്ത് ജീവിക്കുന്ന അവരെ കാര്യങ്ങൾ പോലും മുഴുവൻ അറിയാത്ത മനുഷ്യന്മാർക്ക് എന്താ അറിയാ? എന്ത് വിചാരിച്ചിട്ടാ അല്ലെ? സുബ്ഹാനല്ലാഹ്. ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് ആൾക്കാർ ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് പറയരുത് ടീച്ചർ ആരോടൊന്നും പറയരുത്, ഞാൻ അള്ളഹാനോട് മാത്രമേ പറയാൻ, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഓക്കെ, ശരിക്കും നിങ്ങളുടെ പെർഫെക്റ്റ് സൊല്യൂഷൻ അവിടെ ഉണ്ട്. അവിടേക്ക് എത്തുമ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇൻഷാ അല്ലാഹ് അതിനുള്ള റിസൾട്ട് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ഈ ക്ലാസ്സിൽ നമ്മളൊരു കാര്യം ചെയ്തു അല്ലെ, അള്ളാന്റെ അടുത്ത് കൊടുക്കാനുള്ള അല്ലെ, അള്ളാന്റെ അടുത്ത് നമ്മൾ റബ്ബേ ഇന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതിന്റെ പേരിൽ നീ എനിക്ക് പുറത്തു തരും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ എഴുതാനും, അതേപോലെ ഇന്ന തെറ്റുകൾ എൻ്റെ എല്ലാം അവിടെ തീരും എന്ന് എഴുതാനും പറഞ്ഞപ്പം ശരിക്കും ഞാനാണെങ്കിൽ പോലും സുബ്ഹാനല്ലാഹ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് തന്നെയാണ്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സുബ്ഹാനല്ലാഹ് എന്തെങ്കിലും ഭയങ്കര ഹെവി ആയിട്ട് അള്ളാഹ്ക്ക് അത്രയും തൃപ്തിയുള്ള, നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മളെ കോൺസെൻട്രേഷൻ തെറ്റാതെ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ലെ? നമ്മൾ ചെയ്യുന്നതൊക്കെ എന്താ, നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ നൈസായിട്ട് അള്ളാഹിന്റെ റൂട്ടിലേക്ക് തിരിച്ചു വിടുകയാണ് അല്ലെ. എൻ്റെ മോളെ അല്ലെങ്കിൽ എൻ്റെ മോനെ നല്ല രീതിയിൽ നോക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്നിട്ട് ഞാൻ പറയും ഞാനതൊരു ഇബാദത്തായിട്ട് ചെയ്യുകയാണെന്നല്ലേ. സുബ്ഹാനല്ലാഹ്, എൻ്റെ വീട് നല്ല വൃത്തിയിൽ വെക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഞാൻ പറയും ദീനിന്റെ പകുതിയാണ് വൃത്തി എന്നല്ലേ.
എന്റെ പാരൻസിന് എന്റെ മേലൊരു അവകാശമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ടത് എൻ്റെ ഒരു ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ അവർക്ക് വിഷമാവും, നമ്മൾ അത് ചെയ്യും. എന്നിട്ട് പറയും അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ശരിയാണ്, ഇതൊക്കെ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിനപ്പുറത്തേക്ക് നമ്മളുടെയൊക്കെ ആ കഴിവുകളുടെയും നമ്മളുടെയൊക്കെ ആ ഒരു ബന്ധനങ്ങളുടെയും പുറത്തേക്ക് ഇറങ്ങിയിട്ട് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് കുറച്ചധികം എഫേർട്ട് എടുത്തിട്ട് എന്തൊക്കെ പ്രയാസം സഹിച്ചാലും ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടിയിട്ട് ചെയ്യുന്ന, ശരിക്കും ഇമാം ബുഖാരിയുടെ ആ ഒരു സ്റ്റോറി കേട്ടിട്ട് സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ അങ്ങനെ ചെയ്തു വെച്ച എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ചെയ്യുന്നത് അധികവും നമ്മുടെ ഒബ്ലിഗേഷന്റെ ഭാഗമായിട്ടുള്ളതാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്, അത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് ശീലിച്ചത് കൊണ്ടുള്ള കാര്യങ്ങളാണ്. നോട്ട് എന്താണ് കമന്റബിൾ ആയിട്ടുള്ള, എക്സ്ട്രാ ആയിട്ടുള്ള അല്ലെ, അതുപോലെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇമാം ബുഖാരി അന്ന് ബുക്ക് എഴുതിയിട്ടില്ലെങ്കിൽ ആരും ചോദിക്കൂലായിരുന്നു നീ എന്തുകൊണ്ട് എഴുതിയില്ല എന്നല്ലേ. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കി ഇതെനിക്ക് ചെയ്യാൻ പറ്റും, ഇത് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം കൊടുത്ത ആത്മാർത്ഥത നോക്കിയേ. ഓരോ ഹദീസ് എഴുതുമ്പോഴും ഇസ്തിഖാറ അല്ലെ. നമുക്ക് ഒരു ദിവസത്തിൽ ഒരു ഇസ്തിഖാറ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റാറുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം തീരുമാനം എടുക്കുമ്പോൾ മടിയല്ലേ, അല്ലെങ്കിൽ മറന്നു അല്ലേ. എന്താ മറന്നു എന്ന് നമുക്കത് ശീലം ഇല്ലാത്തതുകൊണ്ടാ. അതന്നെ നമ്മളുടെ ഇസ്തിഖാറകൾ എന്താണ്? നമ്മളെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെ. നമ്മൾ ആ വീട് വാങ്ങണോ, ഇവിടെ പൈസ കൊടുക്കണോ, മോളെ അവിടെ ചേർക്കണോ, അതൊക്കെയാണ് നമ്മളുടെ ഇസ്തിഖാറകൾ അല്ലെ. ഇമാം ബുഖാരിനെ പോലെ ഓരോ ഹദീസ് എഴുതുമ്പോഴും ഇസ്തിഖാറക്ക് നമസ്കരിക്കാൻ, അത്രത്തോളം അള്ളാന്റെ മാർഗത്തിൽ എഫേർട്ട് ഉണ്ടാക്കാൻ, അത്രത്തോളം ഹെവി ആയിട്ടുള്ള, സ്പെഷ്യൽ ആയിട്ടുള്ള, കമന്റബിൾ ആയിട്ടുള്ള, സാധാരണ ഉള്ളതല്ലാത്ത, എന്റെ മേലെ ബാധ്യതയില്ലാത്ത എന്ത് കാര്യം നമ്മളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് അതാണ് അദ്ദേഹത്തിന്റെ ഹജ്ജ. അതായത് ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ റബ്ബിന്റെ അടുത്ത് എനിക്ക് പുറത്തു തരുമെന്ന് പറയാൻ പോണതെന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ, കാരണം അദ്ദേഹം അതല്ലാതെ ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മളൊക്കെ എന്തും കൊണ്ടാണ് റബ്ബിന്റെ അടുത്ത് പോവാനിരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ഇത്രയും ഇന്നും നമ്മൾ പറഞ്ഞ പല ഹദീസുകളും ഇമാം ബുഖാരിയുടെ ഹദീസുകളാണ്. സുബ്ഹാനല്ലാഹ്. ഓരോരുത്തരും അത് വെച്ചിട്ടാണ് ഇപ്പോഴും ദീൻ പഠിക്കുന്നത്. അതുപോലെ നമ്മളടുത്ത് എന്തുണ്ട്? സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ചോദിക്കേണ്ടോ എന്നെ കൊണ്ടൊന്നും പറ്റൂല, എനിക്കതൊന്നും ചെയ്യാൻ പറ്റൂല, എനിക്ക് അതിനുള്ള കഴിവില്ല, എനിക്ക് അതിനുള്ള പൈസ ഇല്ല. സുബ്ഹാനല്ലാഹ്. എല്ലാം തുടങ്ങുമ്പം അള്ളാഹ് തരുന്ന ബർക്കത്താ. എന്തും എന്നെ കൊണ്ട് ഇന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുമ്പോൾ നാളെ അതിനുള്ള ഇങ്ങനെ ഇങ്ങനെ ഒരു വലിച്ചു വെച്ച എലാസ്റ്റിക് പോലെ ഇങ്ങനെ ഭൂം 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് തരും. ശരിക്കും നമ്മൾ ചെയ്തു തുടങ്ങിയ ഏതൊരു ദിവസം എടുത്തു കഴിഞ്ഞാലും, ഏതൊരു മൊമെന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാനുള്ളതാണ് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടാവുക. ഞാൻ എന്റെ അനുഭവം കൂടെ വെച്ച് പറയാം. ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുന്നതിനേക്കാൾ എത്രയോ കട്ടൽ പോലെ കിടക്കുകയാണ്, റിക്വസ്റ്റുകൾ വന്നതും. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും പറ്റും. ഓരോരുത്തർക്കും പറ്റും. നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഇപ്പൊ ചെയ്തു കഴിഞ്ഞാൽ നാളെ അള്ളാഹ് വീണ്ടും അവസരങ്ങൾ കൊണ്ടുവരും, വീണ്ടും അവസരങ്ങൾ കൊണ്ടുവരും, വീണ്ടും അവസരങ്ങൾ കൊണ്ടുവരും. അതിനകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള അള്ളാഹിന്റെ അടുത്ത് പൊതിഞ്ഞിട്ട് കൊണ്ട് റബ്ബേ ഇത് എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചേ മതിയാവും. അല്ലാതെ നമ്മൾ രക്ഷപ്പെടുന്നൊക്കെ വിചാരിക്കുന്നത് വെറും വ്യാമോഹമാണ്. അത്രയും ശക്തമായ താക്കീതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നത്. ആ ലെവലിൽ നമ്മൾ എത്തണമെങ്കിൽ, ആ ലെവൽ ഓഫ് ഇഹ്സാൻ നമ്മൾ റബ്ബിനോട് ചെയ്യണമെങ്കിൽ, റബ്ബിന്റെ ദീനിന് വേണ്ടി ചെയ്യണമെങ്കിൽ നമ്മൾ സീരിയസ് ആവണം. ഇതുവരെ നമ്മൾ പോയ ആ ഒരു ഒഴുക്കിലൊന്നും ഒഴുകിയാൽ പോരാ. നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുക, ഒരു ഫോമിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലെ. കറക്റ്റ് സമയത്ത് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നു, അത് കേൾക്കുന്നു, എക്സാം എഴുതുന്നെങ്കിൽ എഴുതുന്നു, അങ്ങനെ. അതിനപ്പുറത്തേക്ക് ഈ ബാക്കിൽ നിന്ന് പുഷ് കിട്ടാത്ത ഒരു പരിപാടിയും നമുക്കൊന്നും ഇല്ല അല്ലെ. എനിക്കും ഇല്ല കേട്ടോ. കാരണം നിങ്ങൾ ഈ ക്ലാസ് എടുത്തിട്ടില്ലെങ്കിൽ ചോദിക്കല്ലോ എന്ന് വെച്ചിട്ടാ പലപ്പോഴും വന്ന ക്ലാസ് തന്നെ ഞാൻ എടുക്കുന്ന. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാനും നിങ്ങളും ഈ ഒരു ഒഴുക്കിനനുസരിച്ച് പോയാൽ പോരാ. അതിനപ്പുറത്തേക്ക് നമ്മൾ ആയുസ് ചിലപ്പോൾ നാളെ തീർന്നു പോയെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ നമ്മളുടെ എല്ലാം നമ്മൾ ഷാപ്പാക്കി വെക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ ചിന്തകളും, നമ്മളുടെ ആരോഗ്യം, നമ്മുടെ കഴിവ്, നമ്മുടെ സമയത്തിന്റെ ഉപയോഗം, നമ്മുടെ ഉറക്കം, നമ്മുടെ ഭക്ഷണ രീതികൾ ഒക്കെയും അതിനു വേണ്ടിയിട്ട് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ദുആ ചെയ്യ് റബ്ബിന്റെ അടുത്ത്, നല്ലപോലെ ദുആ ചെയ്യ്, നല്ലപോലെ ദുആ ചെയ്യ്. എന്താ ചെയ്യേണ്ടതെന്ന് ശരിക്കും എനിക്കും നിങ്ങൾക്കും ഇപ്പൊ അറിയില്ല. റബ്ബേ ഈ ജീവിതത്തില് ഞാൻ മരിക്കുന്നതിന്റെ ഇടക്ക് എന്റെ കഴിവുകൾ കൊണ്ട്, എനിക്ക് നീ തന്ന സൗകര്യങ്ങൾ കൊണ്ട്, എനിക്ക് നീ തന്ന എല്ലാ റിസോഴ്സസും കൊണ്ടും എനിക്ക് ചെയ്യാൻ പറ്റാവുന്നതിന്റെ, എന്റെ ദീനിന് വേണ്ടി, നിന്റെ തൃപ്തിക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റാവുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് എന്താണോ അത് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണേ. നമുക്കറിയില്ല അല്ലെ, നമുക്ക് നമ്മളെ കഴിവുകൾ അറിയില്ല, കഴിവ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ഒന്നും നമുക്കറിയില്ല. പലതും അള്ളാഹ് തോന്നിപ്പിക്കണം, അള്ളാഹ് ചെയ്യിപ്പിക്കണം, അള്ളാഹ് അവസരങ്ങൾ തരണം. അപ്പം അതിന്റെ ഏറ്റവും ബെസ്റ്റ് നീ എന്നെ കൊണ്ട് ചെയ്യിക്കണേ. അത് വെറുതെ ദുആ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. അതുപോലെ അവസരങ്ങൾ നമ്മളെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പാളിപ്പോയിക്കോട്ടെ, കുഴപ്പമില്ല, പാളലുകളൊക്കെ ലേണിങ്സ് ആണ്. ഓക്കെ, അപ്പം ദുആ ചെയ്യുക.
പ്രവർത്തിക്കാൻ തുടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.